പറയുക എന്ന് പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കളെ, ഭാര്യസന്താനങ്ങളെ, സ്വത്ത് സമ്പാദ്യങ്ങളെ, അവന്റെ ജീവിതത്തിന്റെ വ്യവഹാരമായ പല മേഖലകളെയും ഇട്ടേച്ച് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്ത് യാത്ര പറഞ്ഞിറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള കാര്യമാണ്. അൽ മൗതു അദിനാ മിൻ സിറാഖിൻ അലിഹി, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്നോട് എത്രത്തോളം അടുത്ത് സ്പർശിച്ച് കിടക്കുന്നുവോ അതിനേക്കാളുമേറെ നിന്നിലേക്ക് അടുത്ത് കിടക്കുന്നു നിന്റെ മരണം. പ്രസിദ്ധനായ സീസറും സമർത്ഥനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയ കാലചക്ര വിഭ്രമതിൽ എന്തിനീ നമുക്ക് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം വരും മരിച്ചവർക്കും സുനിശ്ചിതം. ആർക്കും തടുക്കാവതാതൊരവസ്ഥയെ നോർക്കണമെല്ലാം സ്വകർമാവശകതം. ഒരു കവി പാടി പറഞ്ഞത് എങ്ങനെയാണ്? ആർക്കും തടുക്കാൻ കഴിയാത്ത, ഒരാളിലേക്കും മാറ്റമില്ലാതെ കടന്നു വരുന്ന, ഒരു രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ മരണത്തിന്റെ ദിവസം സാധാരണക്കാരനായ, കേവലം ഒരു മനുഷ്യനായ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ജീവിതത്തിന്റെ വ്യവഹാര മേഖലകളെ സമീപിക്കുന്ന ഓരോ മനുഷ്യർക്കും മരണത്തിന്റെ ദിവസം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അന്നത്തെ ദിവസം ചിന്തിക്കാൻ പോലും കഴിയൂല. ഈ സദസ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇന്ന ദിവസം മരിക്കും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നിന്ന് അവിടുത്തെ ആദരവുടങ്ങളിൽ നിന്ന് ദളപുടങ്ങളായി ഇതൾ വിരിഞ്ഞ അമൃതാക്ഷരിയുടെ അമൃതസത്തിലൂടെ മാലോകർക്ക് പറഞ്ഞു കൊടുത്തത്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു പരദേശിയെ പോലെയാണ്. ഏതൊരു സമയവും തന്റെ സ്വദേശത്തേക്ക് യാത്ര ചെയ്യണമെന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ ഭൂഗോളത്തിന്റെ തൊലിപ്പുറത്തൂലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് നിന്റെ നാട്ടിലെന്നല്ല നീ ദുനിയാവിലെ ജീവിതത്തിന്റെ ഓരോ അഖില നിഖില മേഖലകളെയും നീ സമീപിക്കേണ്ടത് എന്ന് തിരുനബി പറഞ്ഞത്. ആ മരിക്കുന്ന സമയം ഏത് സമയവും സംജാതമാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഒരു പക്ഷേ ഈ സമയം നീ വഅദ് പറയുന്ന തങ്ങൾ, നിങ്ങളോട് സംസാരിക്കുന്ന തങ്ങൾ ഈ ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയുടെ അതിരും കടന്ന് എറണാകുളം പട്ടണം ചുംബിട്ട് കിടക്കുന്ന, എറണാകുളത്തിന്റെ ജില്ല ചുംബിട്ട് കിടക്കുന്ന മൂവാറ്റുപുഴ താലൂക്കിലേക്ക് എന്റെ വാഹനം എത്തുന്നതിനു മുമ്പ് ഈ തങ്ങളെ തേടിയിട്ട് മലക്കുൽ മൗത്ത് അസ്റാഈൽ ശരീരത്തിൽ പടയോട്ടം നടത്താൻ കടന്നു വരുമോ എന്ന്, ഈ രാത്രി വരുമോ എന്ന് പറയാൻ കഴിയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട് അജ്മീർ ഹാജ തങ്ങളുടെ അനർഘമായ ജീവിതത്തിന്റെ ധർമ്മസാഫല്യത്തിനെ പകർന്നെടുത്തിട്ട് ഹൃദയത്തിന്റെ വിശുദ്ധിയുമായിട്ട് തിരിച്ചു മടങ്ങി തന്റെ വീട്ടിലെ കിടപ്പറയിലെ ശയ്യയിലേക്ക് തല ചാച്ചു വെക്കുന്നതിന് മുമ്പ് എത്ര പേര് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു? നാളെ അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച ആരുടെ മയ്യത്ത് നിസ്കാര അഭ്യർത്ഥനയാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാര അഭ്യർത്ഥനയാണ് അജ്മീർ ഹാജ മജ്ലിസിൽ നിന്ന് മുഴങ്ങുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു മരണം, ആ മരണത്തിന്റെ ദിവസം, ഭയാനകരമായ ദിവസം, ഭീതിതമായ ദിവസം, എല്ലാം ഇട്ടേച്ച് ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞിറങ്ങേണ്ട ദിവസം, മരണത്തിന്റെ മാലാക മലക്കുൽ മൗത്ത് അസ്റാഈൽ മനുഷ്യ ശരീരത്തിൽ പടയോട്ടത്തിനായി കടന്നു വരുന്ന ദിവസം, ശരീരത്തിന്റെ നാഡിനരമ്പുകളിൽ രക്തത്തിന്റെ തിരയോട്ടം എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയൊക്കെ ശരീരത്തിന്റെ സൂക്ഷ്മാലുവായ ആത്മാവ് ഓടിക്കളിക്കുന്ന ദിവസം, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ കൊത്തിപ്പറച്ച് നെഞ്ചകത്തിൽ നിന്ന്, തൊണ്ടക്കുടിയിൽ നിന്ന് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മരണത്തിന്റെ കാലുച്ചയുമായി കടന്നു വരുന്ന മാലാക പറന്നുയരുന്ന ആ ദിവസം നമുക്കൊക്കെ ഏറെ ഭീതിയുള്ള ദിവസമാണ്, ഏറെ ഭയപ്പെടുത്തുന്ന ദിവസമാണ്, ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന ദിവസമാണ്. എന്നാൽ റജബ് മാസത്തിൽ അജ്മീർ ഹാജയുടെ അന്ത്യനിമിഷങ്ങൾക്ക് വേണ്ടി അല്ലാഹു റജബ് മാസത്തിലെ ഒരു ദിവസത്തിന് സമയം കണ്ടെത്തി എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ, അത് വച്ചിട്ട് മരണത്തിനെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം
എന്നെ പോലെയുള്ള 6, 5, 11 കാര്യങ്ങളിൽ മാത്രം വിശ്വാസത്തിനെ ചിട്ടപ്പെടുത്തി ആ 6, 5, 11 കാര്യങ്ങളിലെ കേവലം സൽക്രമങ്ങളിൽ മാത്രം ജീവിതത്തിനെ കൊണ്ടുപോയി കേവലം ഒരു മുസ്ലിമായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മരണം ഒരു ഭയാനകരമാണ്, മരണത്തിന്റെ നിമിഷം ഒരു ഭീതിതമാണ് എങ്കിൽ അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫു ബില്ലകളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മരണത്തിന്റെ ദിവസം അവര് ദുനിയാവിൽ ജീവിച്ചിരുന്ന ഏറ്റവും ആഘോഷത്തിന്റെ ദിവസം. അജ്മീർ ഖാജ തങ്ങൾ റജബ് മാസത്തിൽ വിട പറഞ്ഞ ദിവസം, അജ്മീർ ഖാജ തങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് അജ്മീർ ഖാജ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ വഫാത്താകുന്ന ആ ദിവസം വരെയുള്ള നിമിഷം വരെ അജ്മീർ ഖാജ തങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഖാജ തങ്ങൾ വഫാത്തായ ആ റജബ് മാസത്തിലെ ആ ദിവസമാണ്. ഇത് വൈരുദ്ധ്യമല്ല. ലോകത്ത് ചരിത്രത്തിലെ ഇതിഹാസങ്ങളായി അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വാഅത്ത്, ആകാശ ലോകത്തിന്റെ സൃഷ്ടി സംവിധായകനായ പരിശുദ്ധരായ റബ്ബിന്റെ പ്രത്യേക അടിയാറുകളായ അല്ലാഹുവിന്റെ ഏതൊരു വലിയനെ എടുത്തു പരിശോധിച്ചാലും ആ വലിയന്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് ഈ ലോകത്തിനോട് അവരെ എന്ന് വിട പറഞ്ഞോ, കടലുണ്ടി പുഴയുടെ ഓളപ്പരപ്പുകളോട് കറാമത്ത് കൊണ്ട് കിന്നാരം പറഞ്ഞ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം, ആ ദിവസം മുഹറം 7 അവിടുന്ന് മരണപ്പെട്ട ദിവസമാണ്. അങ്ങനെ ഏതു മഹാരഥന്മാരുണ്ടോ? മഹാനായ സി.എം. വലിയുല്ലാഹിയുടെ ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ ദിവസം ശവ്വാൽ 4 ഇവിടുന്ന് ലോകത്തിനോട് വിട പറഞ്ഞ ദിവസം. കാരണം എന്താണ്? നമ്മുടെയൊക്കെ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പാപമംഗിലമായ നിമിഷത്തിന്റെ സാഹചര്യം കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ചെയ്തുപോയ പാപം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ സമയം എന്താകുമെന്നുള്ള ആശങ്കയാണ് ഒരു ഭാഗത്ത് മരണത്തിന്റെ ദിവസം ഭീതിതമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള കാരണം. ഒന്ന്. രണ്ടാമത്തത്, പടുത്തുയർത്തപ്പെട്ട മനോഹരമായ തന്റെ ഭവനങ്ങളും സമ്പത്തുകളും പ്രവിശാലമായ തന്റെ ഭൂസ്വത്തുകളും തന്റെ കൺകുളിർമകളായ മക്കളും തന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളായ ഭാര്യമാരും എല്ലാത്തിനെയും തന്റെ ചുറ്റുപാടുകളെ മുഴുവനും ഈ എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ ഇടമില്ലാത്ത, ഒന്ന് വലിച്ചുവിടാൻ അന്തരീക്ഷത്തിൽ ശ്വാസമില്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത, ഒന്ന് നിവർന്നിരിക്കാൻ കഴിയാത്ത 6 അടി മണ്ണിൽ ഒന്ന് ചാഞ്ഞും ചിരിഞ്ഞും കിടക്കാത്ത 6 അടി മണ്ണിലേക്ക് എന്നെ കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന ആ നിമിഷത്തിനെ ഓർത്തിട്ടുള്ള ഭയപ്പാടാണ്. 6 അടി മണ്ണിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമൊരുങ്ങുന്ന മഹ്ശറയിലേക്കുള്ള ആദ്യത്തെ വീടാകുന്ന ഖബറിന്റെ അകത്തളങ്ങളില് ഭീകരമായ വഹദത്തിന്റെ, ലഅ്തത്തിന്റെ, ലീഖിന്റെ, വഹ്ശത്തിന്റെ അവസ്ഥകൾ ഉസ്താദന്മാര് വഅദ് പറഞ്ഞു കേട്ടിട്ടുള്ള, അതൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. എന്നാൽ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ അറിഞ്ഞ ഒരു വലിയ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോ ആ അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫ് ബില്ലകൾക്ക് മരിക്കുന്ന ദിവസം സന്തോഷമായി മാറാനുള്ള കാരണം അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ദിവസത്തിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ് ഈ മരണമെന്ന് പറയുന്നത്, അവരുടെ വഫാത്ത് എന്ന് പറയുന്നത്. അതൊരു ആനന്ദകരമായ കാര്യമാണ്. അജ്മീർ ഖാജ തങ്ങളെ വിലയിരുത്തേണ്ടത് ആ നിലയ്ക്കാണ്. നമുക്ക് അജ്മീർ ഖാജ തങ്ങള് വിയപുരം നിവാസികളായ സത്യവിശ്വാസികളായ നന്മയുടെ ഉടമകളായ കഴിഞ്ഞ കുറെ വർഷക്കാലമായി അജ്മീർ ഖാജ തങ്ങളുടെ ആണ്ട് നടത്താൻ വേണ്ടിയിട്ട് ആടുകൊടുത്ത, അരി കൊടുത്ത, കാശ് കൊടുത്ത, സർവ്വതും സമ്മാനിച്ച, എല്ലാത്തിനും കൂടെ നിന്ന, ആകുലതകളും വ്യാകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആശങ്കകളും ഉണ്ടാകുമ്പോ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഖാജ തങ്ങളെ പറയുന്ന മജ്ലിസിലേക്ക് സർവ്വതും സമർപ്പിച്ച് ഒരുമിച്ചുകൂടിയ തസ്ബീഹ് മാലയിലെ പൊട്ടാത്ത കണ്ണുകളെ പോലെ ഹൃദയത്തെ ചേർത്തു വെച്ച നല്ലവരായ വിയപുരം നിവാസികളെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അജ്മീർ ഖാജ തങ്ങളും കരുവാറ്റയിലടങ്ങിയ ഉമർ മുഹ്ലാർ പൂക്കോയ തങ്ങളും അതിനപ്പുറത്ത് അറബി സയ്യിദ് തങ്ങളും അതിനപ്പുറത്ത് സി.എം. വലിയുല്ലാഹിയും ഇങ്ങോട്ടുപോയ കരിനാഗപ്പള്ളിയിലെ ശുഹദാക്കളും അങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരെല്ലാം നമ്മുടെ കാഴ്ചപ്പാടിൽ എന്താണ്? കേവലം ഒരു ആതുരാലയം പോലെ പ്രവർത്തിച്ച ചില കേന്ദ്രങ്ങൾ.
ജീവിതത്തിന്റെ വ്യവഹാര മേഖലകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് നാണയത്തുട്ടുകൾ അതിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ ആണ്ടു മജ്ലിസുകളിലേക്ക് ആടും അരിയും കൊടുത്തിട്ട് അതിലൂടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം സമീപിക്കുന്ന ചില കേന്ദ്രങ്ങൾ, അങ്ങനെയാണ് പലപ്പോഴും അജ്മീർ ഖാജ തങ്ങളെയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും ഒക്കെ, അല്ലെങ്കിൽ ഇത്തരം മജ്ലിസുകളും സ്വലാത്ത് മജ്ലിസുകളും വൈജ്ഞാനിക സ്ഥാപനങ്ങളും ആത്മീയതയുടെ പ്രവർത്തന കേന്ദ്രങ്ങളുമൊക്കെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആഴത്തിൽ വിലയിരുത്തിപ്പോയത് അങ്ങനെയേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ അള്ളാഹുവിനെ കാണണമെന്നൊരാഗ്രഹത്തോടെ, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ഒരാഗ്രഹത്തിലൂടെ, അള്ളാഹുവാണ് എല്ലാം, സർവമയം അല്ലാഹ് എന്ന ചിന്തയോടെ സിട്ടാവായ തമ്പുരാൻ അവരുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ ചില മഹത്തുക്കൾ പറയും. അവർ എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്? അവരുടെ ശരീരത്തെ അവർ കായപ്പുരി കോട്ടയായി കെട്ടി അതിൽ 55 പടി കെട്ടിയിട്ട് മിഅ്റാജ് കവാടമൊരുക്കി. ആ മിഅ്റാജ് കവാടത്തിന്റെ 8ാമത്തെ പടിക്കെട്ടിന്റെ അങ്ങേ തലയിൽ ആദം സന്തതികളുടെ ശരീരം ഒരു കൊട്ടാരവും ആ കൊട്ടാരത്തിന്റെ 7ാമത്തെ പടിക്കെട്ടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ ആ കൊട്ടാരത്തിന് 55 പടി കെട്ടിയിട്ട് റജബ് മാസത്തിലെ 77ാമത്തെ ദിവസം അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമുഖ സംഭാഷണം തന്റെ ഹൃദയത്തിൽ അല്ലാഹുവുമായി സദാ നടത്തിയിരുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ, സ്വർഗമായിരുന്നില്ല, സ്വർഗത്തിന്റെ ആരാമങ്ങളായിരുന്നില്ല, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളായിരുന്നില്ല, സ്വർഗത്തിന്റെ ആഡംബരങ്ങളായിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. അവര് ദുനിയാവിൽ അജ്മീർ ഖാജ തങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടിയിട്ട് ജീവിക്കാൻ പറയാനാണ്, ജീവിക്കാനാണ് ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കേണ്ടത്. അജ്മീർ ഖാജ തങ്ങൾ ജീവിച്ചത് ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടാക്കാനല്ല, ആഖിറത്തിൽ പ്രത്യേകമായി സ്വർഗം കിട്ടാനുമല്ല. അജ്മീർ ഖാജ തങ്ങൾ ജീവിച്ചത് ആഖിറത്തിൽ പ്രത്യേകമായി സ്വർഗം കിട്ടാനുമല്ല, നരകമോചിതനാകാനുമല്ല. നമ്മൾ നിസ്കരിച്ചത് ഇപ്പൊ റമദാൻ കടന്നു വരാൻ പോകാൻ, റമദാനിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് പ്രാക്ടീസ് ആയിക്കോട്ടെ, ഒന്ന് കൂടെ ചൊല്ലിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന وأعوذ بك من النار. നമ്മളെ പ്രാർത്ഥനയാണ്. റമദാനിൽ നമുക്ക് ആകെ ചോദിക്കാനുള്ള സംഗതി എന്താ? അല്ലാഹുവേ, ഞങ്ങളുടെ പാപം പുറത്തു തരണേ അല്ലാ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഇത്തഖും മിനന്നാർ നൽകണേ അല്ലാ. റമദാൻ 1 മുതൽ ഖുർആൻ ഓതിയിട്ടുള്ള പ്രാർത്ഥന, 25 രാവിന്റെ പ്രാർത്ഥന, 27 രാവിന്റെ പ്രാർത്ഥന, ശവ്വാലിന്റെ പറകണ്ടാലുള്ള പ്രാർത്ഥന, ആയുസ്സിൽ ജീവിതകാലം മുഴുവനും എവിടെ ചെന്നാലും കറുത്ത നാടപുതച്ച് മാലോകരം ആടി വിളിച്ച് മാറത്തണയിച്ച് മനസമാധാനത്തിന്റെ മട്ടുപ്പാവ് മക്കയിലെ മത്താഫിലൊരുക്കുന്ന കഅബാലയത്തിന്റെ കില്ല് പിടിക്കാൻ അള്ളാഹു അവസരം തന്നാലും നമുക്ക് നടത്താനുള്ള പ്രാർത്ഥന ഇതൊക്കെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്ന നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നേർച്ച കൊടുത്തിട്ടും യാത്ര ചെയ്തിട്ടും സന്ദർശിച്ചിട്ടും അവരുടെ പേരിൽ അമലുകൾ ചെയ്തിട്ടും പരിഹാരം കാണുന്ന അവർ ദുനിയാവിൽ ജീവിച്ചിരുന്നത് സ്വർഗത്തിന് വേണ്ടി പോലുമായിരുന്നില്ല. ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ, മറിച്ച് പിന്നെ എന്തിനായിരുന്നു? അള്ളാഹുവിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മരിച്ച ദിവസം ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആനന്ദകരമായ ദിവസമാണ്. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തന്നില്ലയോ, ദുനിയാവിൽ ഒരു വിശ്വാസി ആ വിശ്വാസിയുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലോ അവന്റെ വാരിയൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അകത്തളങ്ങളിലോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 6, 5, 11 കാര്യങ്ങളിൽ അവന്റെ വിശ്വാസ സംഹിതകളോ അവൻ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അവൻ കർമ്മകാണ്ഡത്തിലെ ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് വിശുദ്ധമായ റമദാൻ വരുമ്പോ റമദാനിൽ നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് മാനവീക സാകല്യത്തിന്റെ പരിച്ഛേദമായ പരിശുദ്ധമായ ഖുർആനിന്റെ വചനാമൃതങ്ങൾക്കിടയിലൂടെ കണ്ണോടിച്ച് ഖുർആൻ പാരായണം ചെയ്തിട്ട് അതുപോലെ അവൻ ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞതൊന്നും ചെയ്യാതെ എന്തെല്ലാം അനുവർത്തിക്കണമെന്ന് പറഞ്ഞതെല്ലാം അനുവർത്തിച്ചിട്ട് ഒരു
ഒരു വിശ്വാസി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹു അവനക്ക് വാഗ്ദാനം ചെയ്ത ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി കളകളാരാവം മുഴക്കി ഒഴുകിയൊലിക്കുന്ന കുഞ്ഞരുവികളുള്ള പട്ടുമെത്തകളുള്ള പറുദീസകളുള്ള ആരാമങ്ങളുള്ള സ്വർഗത്തിന്റെ അകത്തളങ്ങളിലേക്കൊരു വിശ്വാസി കടന്നു കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളോ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ചെന്ന് അല്ലാഹുവേ നിന്നെ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖാക്കണേ അല്ലാ. സ്വർഗത്തിലേക്കെങ്ങാനും വീയപുരത്തുള്ള ഒരു ഉമ്മമാരെത്തിക്കഴിഞ്ഞാ, ഒരു ഉപ്പയെത്തിക്കഴിഞ്ഞാ, ഞാനെത്തിക്കഴിഞ്ഞാ, നിങ്ങളെത്തിക്കഴിഞ്ഞാ, ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അയാൾ ഒരു വിളിയാളം കേൾക്കുമത്രേ. ആ വിളിയാളം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഉയർന്നു കേൾക്കുന്ന ആ വിളിയാളം ഇങ്ങനെയാണ്, അതുരീദൂന അസീദന്നകൂ, സ്വർഗക്കാരെ നിങ്ങൾ നിസ്കരിച്ചതിന്, നിങ്ങൾ നോമ്പെടുത്തതിന്, നിങ്ങൾ ദിക്ർ ചൊല്ലിയതിന്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയതിന്, നിങ്ങൾ അഹ്ലുസുന്നയുടെ പാതേയത്തിൽ അടിയുറച്ചു നിന്നതിന്, നിങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദർശധാരയെ നെഞ്ചേറ്റിയതിന്, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരം നിങ്ങൾ കൊണ്ടു നടന്നതിന് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തന്നില്ലയോ? ഈ സ്വർഗത്തിന്റെ അകത്തളങ്ങളിലെ ആരാമങ്ങൾ നിങ്ങൾ കണ്ടില്ലയോ? അൽ ഇൻസാനു സഖിനും വബതുലൂബുഹു മുതഹർരിഖു, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നോ നീ അറിയേണ്ട, അതിലുണ്ട് മുന്ത് തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, ഒലിക്കുന്ന നീരതിലുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പാലാറുള്ള തേനാറുള്ള കാട്ടാറുള്ള കാട്ടരുവികളുള്ള ഗജനങ്ങളുള്ള ഗജാന്തരങ്ങളുള്ള ഗഗനങ്ങളുള്ള കണ്ണിനെ മയപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളുള്ള മഞ്ഞു പെയ്യുന്ന രാവുകളുള്ള വസന്തമുള്ള ഗ്രീഷ്മമുള്ള മനോഹരമായ പെയ്തിട്ടും തോരാത്ത പെരുമഴക്കാലമുള്ള എല്ലാമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആനന്ദത്തിന്റെ ആരാമമൊരുക്കുന്ന സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിച്ചില്ലയോ? ഇനി ഇതിനേക്കാൾ വലുത്, ഖുറാനിയേക്കാൾ വലുത്, പാലാറുകളേക്കാൾ വലുത്, തേനാറുകളേക്കാൾ വലുത്, ഈ സ്വർഗത്തിന്റെ സർവ്വ സുഖ സൗകര്യങ്ങളിലേക്കാൾ വലുത് നിങ്ങൾക്ക് മദീന 17 തൊണ്ടിപ്പഴം പോലെ ചുവന്നു തുടുത്ത ചെഞ്ചുണ്ടുകൾ നൽകിയിട്ട്, റോസാ പുഷ്പത്തിനെ പോലെ ഉള്ള ഇതളുകൾ പോലത്തെ കവിളിണകൾ നൽകിയിട്ട്, മൺപേടയെ വെല്ലുന്ന മിഴിയിണകൾ നൽകിയിട്ട്, അരക്കെട്ട് വരെ നീണ്ടു കിടക്കുന്ന കാർക്കൂന്തൽ നിങ്ങൾക്ക് നൽകിയിട്ട്, മധുര 17 നിന്റെ വാർദ്ധക്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് പെണ്ണെ നിന്നെ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നില്ലയോ? സ്വർഗത്തിൽ നിന്നെ മധുര 17 തിരിച്ചു കൊണ്ടുവന്നില്ലയോ? നീ നിസ്കരിച്ചതിന് പകരമായോ, നീ നോമ്പെടുത്തതിന് പകരമായോ, നീ സദഖ കൊടുത്തതിന് പകരമായോ, നീ സൽപ്രവർത്തനങ്ങൾ ചെയ്തതിന് പകരമായോ, ഇതെല്ലാം നിനക്ക് മധുര 17 നൽകിയില്ലയോ? യുവാക്കളുടെ പ്രായം മുപ്പമാർക്ക് നൽകിയില്ലയോ? ഇതിനേക്കാൾ വെറുതെ ഇനി നിങ്ങൾക്ക് വല്ലതും ഞാൻ തരേണ്ടതുണ്ടോ? നിങ്ങൾ നിസ്കരിച്ചതിന്, ചെയ്തു കൂട്ടിയ സൽക്രമങ്ങൾക്ക്, ഓതിക്കൂട്ടിയ വിശുദ്ധമായ ഖുർആനിന്, കൊടുത്തു തീർത്ത നിന്റെ സമ്പാദ്യത്തിന് പകരമായി നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി ഞാൻ തരേണ്ടതുണ്ടോ?
സ്വർഗത്തിന്റെ മേലെ തട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ വിളിയാളം കേൾക്കുമ്പോ ഓളപ്പരപ്പുകളുടെ നടുത്തളത്തില് പായിപ്പാട് കായലിനോട് ചേർന്ന് വിശ്വാസത്തിന്റെ ആർജവുമായിട്ട് അജ്മീർ ഹാജാ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമവുമായി നാട്ടിൽ അധിവസിക്കുന്ന നല്ലവരായ ഹൃദയത്തിന്റെ തുടിപ്പുകളായ കാലങ്ങളായി വർഷങ്ങളേറെയായി കാണാൻ തുടങ്ങിയ എന്റെ പ്രിയപ്പെട്ട പാരമ്പര്യത്തിന്റെ പകിട്ടുകളായ ഉപ്പമാരോ, വീയപുരത്തിന്റെ ഉമ്മമാരോ, വീയപുരത്തിന്റെ ചെറുപ്പക്കാരോ, സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഓരോ വിശ്വാസികളും വിളിച്ചു പറയോ, അലം തുബയ്യന വുജൂഹനാ വതുദ്ഖിൽനൽ ജന്ന വതുൻജിയനാ മിനന്നാർ. ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ മുഴുവനും കിട്ടിയ അവസരങ്ങളിൽ ഹറാമിന്റെ പേക്കൂത്തുകളുടെ അകത്തളങ്ങളിൽ ജീവിതത്തിനെ കൊണ്ടുപോയി തളച്ചിട്ട് പാപഭംഗിരമായ ജീവിതം കാരണം ഹൃദയം കറുത്തുപോയവരായി നാളെ മഹ്ശറാവൻ സഭയിൽ വന്നിരുന്ന് മുഖം കറുത്തവരായി ആളിക്കത്തുന്ന അഗ്നിസ്ഫുരികങ്ങളുള്ള നരകത്തിന്റെ തീക്കുഡാരത്തിലേക്ക് വലിച്ചെറിയേണ്ടവരായിരുന്ന ഞങ്ങളോ ഞങ്ങളുടെ മുഖത്തിനെ വെളുപ്പിച്ചോ, ഞങ്ങളെ നരകമോചിതരാക്കി ഞങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചല്ലോ അല്ലോ. ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ സുഖകരമായത്, ഇതിനേക്കാൾ സന്തോഷകരമായത്, ഇതിനേക്കാൾ സമാധാനമുള്ളത് ഇനി എന്ത് ഞങ്ങൾക്ക് കിട്ടാനാ അല്ലാ. സ്വർഗക്കാര് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിളിയാളം കേൾക്കുമ്പോ മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിൽ ഇരുന്ന് അള്ളാഹുവിനോട് തിരിച്ചു പറയുമത്രേ. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ മുന്നിലെ ഒരു തിരശീല അള്ളാഹു ഇങ്ങനെ വലിച്ചിടും, ഒരു കർട്ടൻ പോലോത്ത. അതിങ്ങനെ നമ്മുടെ ജനലിൻ്റെ അടിയിൽ നിന്ന് ആ അടിയുടെ കർട്ടൻ പുറത്ത്, വീടിൻ്റെ പുറത്തൊരാൾ വന്നാൽ ആളെ തിരിയാൻ വേണ്ടി വലിച്ചിടുന്നതിനേക്കാളും വൃത്തിയായിട്ട് അള്ളാഹുവും നമുക്കിടയിലുമുള്ള ഒരു മറ അള്ളാഹു ഇങ്ങനെ വലിച്ചിടും. ആ വലിച്ചിടുന്ന സമയത്ത് സ്വർഗത്തിന്റെ പട്ടുമത്തകൾ, സ്വർഗത്തിന്റെ ഹൂറാനികൾ, സ്വർഗത്തിന്റെ സർവ്വതും എല്ലാം സ്വർഗക്കാരായ ആളുകൾ മതിമറന്നു പോകുന്ന എല്ലാ സംഗതികളും സ്വർഗക്കാര് മറന്നുപോകുമത്രേ. നമ്മൾ ദുനിയാവിലെ പരമാനന്ദ സുഖമായി കാണുന്ന തൻ്റെ പ്രാണനാഥൻ തൻ്റെ ശരീരത്തിൻ്റെ മിടിക്കുന്ന ഹൃദയത്തിൻ്റെ നെഞ്ചകത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് ആവേശത്തോടെ മണിയറയുടെ അകത്തളങ്ങളിൽ ആരവം ഉയരുന്ന ആദ്യരാത്രികളിലെ ആ സുന്ദരമായ നിമിഷം, ആ നിമിഷം അള്ളാഹുവിനെ കാണുന്ന സമയത്തിൻ്റെ 10,000 കോടിക്കണക്കിന് 10,000 കോടിയുടെ ഒരംശം പോലും അല്ല. എന്ത് ഞാനും എൻ്റെ ഭാര്യയും നമ്മളും നമ്മുടെ ഭാര്യമാരും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആ സ്ഖലിത നിമിഷത്തിൻ്റെ ആ മനോഹരമായ അവസ്ഥ എന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഒരവസ്ഥയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്നു എപ്പോ? ഒരു വലിയ മരിക്കുമ്പോൾ, ഒരു വലിയ ലോകത്തിനോട് വിട പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ അവർ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമുള്ള, ഏറ്റവും അവർ കൊതിച്ച, അതുകൊണ്ടാണ് ഉറൂസ് എന്ന് പറയാൻ കാരണം. ഏറ്റവും അവർ മണവാളനായി ചമഞ്ഞൊരുങ്ങി അള്ളാഹുവുമായിട്ട് ലയിക്കാൻ പോയ ദിവസം. അജ്മീർ ഹാജാ തങ്ങളുടെ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത്തരം സദസ്സിൽ നിന്ന് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ പേറിക്കൊണ്ടുപോകേണ്ട സന്ദേശം. എനിക്ക് രോഗങ്ങളുണ്ട്, എനിക്ക് പ്രയാസങ്ങളുണ്ട്, എനിക്ക് വേദനകളുണ്ട്, എനിക്ക് യാതനകളുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനുണ്ട്. അതൊക്കെ പരിഹരിച്ചോട്ടെ, പരിഹരിക്കേണ്ടതാണ്, അള്ളാഹു പരിഹരിച്ചു തരും. അതിനപ്പുറം മരണത്തിന് വെൺചാമരം വീശുന്ന മാലാഖമാരുടെ അകമ്പടിയോടെ എനിക്ക് എതിരേൽക്കാൻ ഈ ഹാജാത്തങ്ങളോടുള്ള ബന്ധം കാരണമാകണം. അതുകൊണ്ടല്ലേ ഹിക്കമിന്റെ മുഖദ്ദിമ, അതിന് ശറഹ് എഴുതിയ മഹാൻ പറഞ്ഞത്, വമാ അഫ്ലഹ വമൻ അഫ്ലഹ ഇല്ലാ ബിസുഹ്ബത്തി മൻ അഫ്ലഹ. വിജയിച്ചവരാരും വിജയിച്ചിട്ടില്ല. ലോകത്ത് ചരിത്രത്തിലെ ഇതിഹാസങ്ങളായി പിറവിയെടുത്ത ഒരാളും അവർ ചരിത്രത്തിന്റെ വിജയപേരി മുഴക്കിയത് ഇല്ലാ ബിസുഹ്ബത്തി മൻ അഫ്ലഹ. അത് ദുന്യവിയായ വിജയാണെങ്കിലും ഉഖറവിയായ വിജയാണെങ്കിലും വിജയിച്ചവരുടെ കൂടെ കൂടിയിട്ടാണ്. വിജയിച്ചവരുടെ കൂടെ കൂടാത്തവൻ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ, നമ്മൾ മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ,
ദുന്യവിയായ വിജയമാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ മുസൽമാന്റെ പ്രശ്നമാണ് ഫലസ്തീൻ. ഒരു സമാധാനം വന്നിട്ടുണ്ട്. ഈ ഫലസ്തീനിനെ മുമ്പ് മോചിപ്പിച്ച ആളാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. 20 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ മോചിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയോട് എന്താ അതിന് കാരണം? പൊടിമീശ മുളയ്ക്കാത്ത പ്രായത്തിൽ ഒരു മഹാസാമ്രാജ്യത്തിനോട് സർവായുധ സജ്ജരോട് പോരാടിയിട്ട് വിജയപേര് മുഴക്കിയിട്ട് മടങ്ങി വരുമ്പോൾ ചോദിക്കുമ്പോൾ കാരണം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ മാമ നൂറുദ്ദീൻ മഹ്മൂദ് എന്നൊരു യാത്ര കൊണ്ടുപോയി ഒരു വൈജ്ഞാനിക ചക്രവാളത്തിൻ്റെ ആത്മീയതയുടെ തപോദിനിയുടെ പട്ടണത്തിൽ എന്നെ കൊണ്ടുപോയിരുത്തി. ആ തപോദിനിയാകുന്ന ചരിത്രത്തിലെ ഇതിഹാസ നായകർ, ആ ആത്മീയ നായകർ എന്നെ പിടിച്ച് മടിയിലിരുത്തി എൻ്റെ തല മുതൽ പെരടി മുതൽ ശരീരമാസകലം ഒന്ന് തടവി. അതിനുശേഷം ഞാനൊരു പരാജയം നേരിട്ടിട്ടില്ല. ആത്മീയ നേതാവാണ്. ഹിജ്റ 470 കാസ്പിയൻ സമുദ്ര മണൽ തരികളെ കോരിത്തരിപ്പിച്ച അങ്ങകല ജീലാൻ എന്ന പേർഷ്യൻ പ്രവിശ്യയിൽ പിറവിയെടുത്ത ബഹുമാനപ്പെട്ട മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദുന്യവിയായ വിജയാണത്. ആഖിറത്തിലേക്കുള്ള വിജയവും ഈ മഹത്തുക്കളോടൊപ്പം ചേരുക. അല്ലാതെ നമുക്കൊരു രോഗമുണ്ട് അത് മാറാൻ. അതിനാണ് തങ്ങൾ, അതിനാണ് മൊയ്ലിയാർ, അതിനാണ് സ്വലാത്തിന്റെ മജ്ലിസുകൾ, അതിനാണ് അജ്മീർ ഹാജാ തങ്ങളുടെ സദസ്സുകൾ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതങ്ങളുടെ കെട്ടുകേൾവികൾ വാമൊഴികൾ അടിസ്ഥാനപ്പെടുത്തി കേൾക്കുമ്പോൾ അതിലേക്ക് വണ്ടി വിളിച്ചിട്ടും വാഹനം വിളിച്ചിട്ടും ഒടുങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. അതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന്റെയൊക്കെ മർമ്മപ്രധാനമായ അല്ലാഹുമ്മ അല്ലിഖ് ഫീ ഖുലൂബിനാ ബിസ്സലാത്തി വൽ ഖുർആൻ. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? അല്ലാഹുവേ, എന്റെ ഹൃദയത്തിനെ കണക്ട് ചെയ്യേണ്ടത്, ബന്ധിപ്പിക്കേണ്ടത് സ്വലാത്തിലേക്കാണ്, വിശുദ്ധമായ ഖുർആനിലേക്കാണ്. അതുവഴി അല്ലാഹുവേ ഹത്താ അൽഖാക്, നിന്നെ കാണുന്നത് വരെ. സ്വലാത്ത് അതിനാണ്, ദിക്ർ അതിനാണ്, റമദാൻ അതിനാണ്, റജബ് അതിനാണ്, അജ്മീർ ഹാജാ തങ്ങളുടെ ദർബാർ അതിനാണ്. മർഹബൻ അഹ്ലൻ വസഹ്ല ബിസ്സിയാം യാ ഹബീബൻ സാറനാ ഫീ കുല്ലി ആം ഖദ് ലഖൈനാക ബിഹുബ്ബിൻ മുഫഅമി. അതിരറ്റ സ്നേഹം കൊണ്ട് റമദാനെ നിന്നെ ഞങ്ങൾ ആരവത്തോടെ ഞങ്ങൾ ഇതാ മർഹബ പാടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിന്നെ കണ്ടുമുട്ടാനുള്ള ആവേശം. അത് എന്തിനാ? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പറയുന്നില്ല. ഇത്തരത്തിലുള്ള മജ്ലിസുകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വഴിമാറി ഒഴുകുന്ന, ഗതിമാറി തെറ്റിപ്പോയ ഒരു വഴിയടയാളത്തിന്റെ ബാക്കി പത്രങ്ങളായി ഇന്ന് ഉറൂസ് മുബാറക്കിന്റെ മജ്ലിസുകൾ മാറിയോ, സ്വലാത്തിന്റെ മജ്ലിസുകൾ മാറിയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുരാലയങ്ങൾക്ക് നൽകാൻ കഴിയാത്ത രോഗശമനം ആ മജ്ലിസുകളിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇന്ന് ആള് കൂടുതൽ. അതെ അല്ലേ? അങ്ങനെയുള്ളിടത്താണ് ആള് കൂടാനുള്ളത്. ഇൽമ തേടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളുമില്ല, അള്ളാഹുവിലേക്ക് ലയിച്ച് ചെയ്യുന്നിടത്ത് യാത്ര ചെയ്യുന്ന ഒരാളുമില്ല. സ്വാലി ഇപ്പൊ അജ്മീർ ഖാജാ തങ്ങളുടെ ചരിത്രം നമ്മൾ തന്നെ നോക്കിയേ. അജ്മീർ ഖാജാ തങ്ങൾക്ക് വാപ്പയിൽ നിന്ന് കിട്ടിയ സ്വത്താണ്. അത് പറഞ്ഞിട്ട് നിർത്താം. അജ്മീർ ഖാജാ തങ്ങൾക്ക് ഷൗക്കത്തുക വാപ്പാന്റെ മുതലായിട്ടൊരു സാധനം കിട്ടി. എന്താ? കുറച്ച് മുന്തിരിത്തോട്ടം കിട്ടി. ആ മുന്തിരിത്തോട്ടം കിട്ടിയപ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ അജ്മീർ ഖാജാ തങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കും. 10 വയസ്സ് എന്തോ പ്രായമുള്ളൂ. ആ സമയത്ത് മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നുപോയ ഒരു സ്വാത്വികനായ മനുഷ്യൻ ചോദിച്ചു, ഒരു കുല മുന്തിരിപ്പഴം എനിക്ക് തരുമോ? ഒരു കുല മുന്തിരിപ്പഴം എനിക്ക് തരുമോ? വളരെ സംസ്കാര സമ്പന്നനായ അജ്മീർ ഖാജ എന്ന ഈ പൊന്നുമോൻ ഹസൻ എന്ന നാമധാരിയായ, അവിടുത്തെ പേരെങ്ങനെയാണ്? ഹസനോരം ചേരാം എന്നീ സദസ് ഇതിന് ക്യാപ്ഷൻ നൽകുമ്പോ ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ഭൂമിയുടെ സ്പന്ദനങ്ങള് നിലനിൽക്കാൻ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന 5 പേർ. ആ 5 പേരുടെ പേരക്കുട്ടിയാണ്. അതിലേക്കും ചേർക്കാം, ആ 5 പേരിൽ ഹസനോർ എന്ന് പറയുന്ന ഹസനാരിതങ്ങളിലേക്കും ചേർക്കാം, ഹാജാത്തങ്ങളിലേക്കും ചേർക്കാം. ആ ഹസനോരം ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹുവെ, നീ ആ നിലക്കാക്കണേ റഹ്മാനെ, ആ നിലക്ക് നീ തൗഫീഖ് ആക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ടവർ നടന്നുപോയ സാത്വികൻ ചോദിച്ചു, ഒരു കൂല മുന്തിരി എനിക്ക് തരുമോ? നിങ്ങൾ കേട്ട ചരിത്രമായിരിക്കും. വളരെ ബഹുമാന്യത്തോടെ ആ ചെറിയ പയ്യനായ അജ്മീർ ഖാജാ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി, ഒരു കസേരയിലിരുത്തി അദ്ദേഹത്തിന് വേണ്ട എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ടും മുന്തിരിപ്പഴങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു കൊടുത്തപ്പോൾ ഈ കുട്ടിയുടെ ഹുസ്നുൽ ഖുൽഖിൽ, സ്വഭാവ സൗഷ്ഠത്തിൽ ആകൃഷ്ടനായ ഈ മനുഷ്യൻ തൻ്റെ സന്യാസിയെ പോലെ തോന്നിക്കുന്ന തൻ്റെ തോളത്ത് തൂങ്ങിക്കിടക്കുന്ന ഭാണ്ഡക്കെട്ടിൽ നിന്ന് 2 ഈത്തപ്പഴ കഷ്ണം എടുത്തു. ആ 2 ഈത്തപ്പഴ കഷ്ണം എടുത്തിട്ട്
അദ്ദേഹം സ്വയം വായിലിട്ട് ചവച്ചു. അവിടുത്തെ ഉമിനീര് കലർന്ന ആ വെള്ളം, ആ ഈന്തപ്പഴം, അവിടുത്തെ തുപ്പലം, ഇതെല്ലാം കൂടെ കൂടിയ ഈന്തപ്പഴം അജ്മീർ ഖാജാ തങ്ങളുടെ നാവിലേക്ക് വെച്ചു കൊടുത്തു, വായിലേക്ക് വെച്ചു കൊടുത്തു. അജ്മീർ ഖാജാ തങ്ങൾ ആസ്വദിച്ചു കഴിച്ചു. ആ കഴിക്കുന്ന സമയത്ത് തന്നെ ആത്മീയതയുടെ ആന്തോളനങ്ങൾ ശരീരത്തിന്റെ നാടി ഞരമ്പുകളിൽ സിരകളെ ലഹരി പതിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ, ഉലൂഹിയത്തിന്റെ, ജമാലിയത്തിന്റെ, ജലാലിയത്തിന്റെ, വഹദാനിയത്തിന്റെ, ഖുദ്റത്തിന്റെ, അള്ളാഹുവിന്റെ അർശിന്റെ, ലൗഹിന്റെ, കലമിന്റെ, സർവാധികാരത്തിന്റെ, സർവജ്ഞാനത്തിന്റെ, സർവാധിപത്യത്തിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആകാശമണ്ഡലങ്ങളിൽ 70,000 വർഷത്തിലൊരിക്കൽ മാത്രം ഉദിക്കുന്ന ആ 70,000 വർഷത്തിൽ മാത്രം ഉദിക്കുന്നതിന് 70,000 വർഷം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ കാർത്തിക നക്ഷത്രത്തിന്റെ പൂർണ്ണതലം എന്ന് പറഞ്ഞ ആ കാർത്തിക നക്ഷത്രത്തിന്റെ, ജിബ്രീൽ കണ്ട കാർത്തിക നക്ഷത്രത്തിന്റെ പൂർണ്ണതലം ആ മുഅ്ജിസത്തിനെ കറാമത്ത് എന്ന രൂപത്തിലേക്ക് പരിണമിക്കുന്ന അനന്തമായ സമന്വയത്തിന്റെ വീതി തന്റെ ശരീരത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത് അജ്മീർ ഖാജാ തങ്ങൾക്ക് ഈ 2 ഈന്തപ്പഴം ഇയാൾ ചവച്ചത് കഴിക്കുമ്പോൾ ഓർമ്മ വന്നു. അതാരാ? ഇന്നിപ്പോൾ നമുക്കൊക്കെ പറഞ്ഞത് രജിസ്റ്റോളണമെന്നില്ല. ഇന്നിപ്പോ ഉസ്താദന്മാരുടെ അടി, ഉസ്താദന്മാരുടെ ഇന്നലെ പത്രത്തിൽ പാലക്കാട് ജില്ലയിലോ മറ്റോ കണ്ടു അല്ലേ? ലോകം നശിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാന്നറിയോ? കള്ള് വന്നതിന് ശേഷമല്ല. കേരളത്തിൽ ഈ കാണുന്ന വൃത്തികേടുകൾ മൊത്തം കാണാൻ തുടങ്ങിയത് മൊബൈൽ വന്നതിന് ശേഷമല്ല, ഇന്റർനെറ്റ് വന്നതിന് ശേഷമല്ല. വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകരുടെ കയ്യിലെ വളഞ്ഞ ചൂരൽ ബാലകൾ എന്നെടുത്തു മാറ്റപ്പെട്ടു. ഏത് മദ്രസയാണെങ്കിലും സ്കൂളിലാണെങ്കിലും എന്നത് അത് തിരിച്ചു കൊടുക്കാത്ത കാലത്തോളം കേരളത്തിലല്ല ലോകത്തൊരു സമാധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 7 വയസ്സായാൽ നല്ല നന്മ കൽപ്പിച്ചിട്ട് 10 വയസ്സായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ അടിക്കണമെന്ന് ലോകത്തിന്റെ ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ. അടിയുടെ അധ്യാപനം പഠിപ്പിച്ചത് മുത്തുനബിയാണ്. മുത്തുനബിയോ മുഅല്ലിമു സഖാഫ, സംസ്കാരത്തിന്റെ അധ്യാപകനാണ്. അതിൽ വലിയ അധ്യാപകൻ വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചരിത്രത്തിൽ അങ്ങനെ ഏറെ കാണാൻ കഴിയും. ആദരവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു ഉമ്മ വന്നിട്ട് തന്റെ മകനെ മുന്നിലേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, അല്ലാഹു ഉമർ തങ്ങള് ഈ മനുഷ്യന് വേണ്ടിയിട്ട് അങ്ങൊന്ന് ദുആ ചെയ്യണം, എന്റെ സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യണം. പറഞ്ഞത് അവിടെയാ. എല്ലാ മഹത്തുക്കളും ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് വിജയിച്ചവരുടെ കൂടെ കൂടിയിട്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ ഉമ്മാന്റെ കുട്ടിക്ക് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഹബ്ബിബ്ഹു ഇലന്നാസ്. യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ നദീതടത്തിലെങ്ങാനും ഒരു ആട്ടിൻകുട്ടി കാലിടറി വീണാലോ അതിന്റെ പേരിൽ പടച്ചറബിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് പാതിരാത്രികളിൽ പൊട്ടിക്കരഞ്ഞ് ജനങ്ങളുടെ ക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയുടെ നാവിൻ തുമ്പിൽ നിന്നുയരുന്ന പ്രാർത്ഥന അല്ലാഹു കേട്ടു. ആ മനുഷ്യൻ ആരായി മാറി എന്നറിയോ? ചരിത്രത്തിലെ ലോകം കണ്ട എല്ലാ വിശ്വാസികളും ഒരേപോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച മഹാനായ ഹസനുൽ ബസ്രി. ഉമറിന്റെ ദുആയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദുആയാണ്. അജ്മീർ ഖാജാ മജ്ലിസിൽ കുട്ടിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് മൗലിദിന്റെ സദസ്സിൽ വെച്ചിട്ട് മിസ്ബാഹി ഉസ്താദിനോട് എന്റെ മകനൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്തു തരണേ. ഒന്നിരായ നൗഷാദ് സഖാഫി ഉസ്താദിനോട്, ഒന്നിരായ സുഹരി ഉസ്താദിനോട്, ഈ ഇരിക്കുന്ന ഉലമാക്കളോട്, നാട്ടിൽ വരുന്ന ഉലമാക്കളോട്, സാദാത്തുക്കളോട് അലിഫ് എഴുതാൽ അലിഫിന്റെ ഘനവടിവ് പഠിപ്പിച്ചു കൊടുക്കാൻ, ആദ്യാക്ഷരം കുറിക്കാൻ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് എന്റെ സന്താനത്തിനൊരു സൗഭാഗ്യമുണ്ടാകണേ എന്ന് ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ വിജയത്തിന് നിദാനമാണ്. അജ്മീർ ഖാജാ തങ്ങളുടെ മജ്ലിസിൽ വന്നിരിക്കുമ്പോ ആ മജ്ലിസിൽ കുട്ടിയെ പറഞ്ഞയക്കുന്നത് ആ കുട്ടിയുടെ ഭാവി നന്നാകാൻ കാരണമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം അവിടുന്ന് ഖിദ്മത്തെടുത്ത സേവനം ചെയ്ത ആള് ഉമ്മ കൊണ്ടുവന്നു കൊടുത്തതല്ലേ. യഹ്മദുക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് ദാനമാണ്, അങ്ങേക്ക് സേവനത്തിന് വേണ്ടിയിട്ട് എന്റെ പൊന്നുമോൻ സമരപടനാകട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ പൊന്നുമോന് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യാമോ?
അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു, അനസിന്റെ ആയുസ്സിനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. 100-ലേറെ വയസ്സിൽ ജീവിച്ചു. അവിടുത്തെ ആരോഗ്യത്തിന് ദുആ ചെയ്തു കൊടുത്തു. മരണം വരെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒരു പ്രയാസം ഉണ്ടായില്ല. എത്ര ചരിത്രങ്ങൾ. അപ്പോ ചില മഹത്തുക്കളെ കൊണ്ടാണ് അജ്മീർ ഹാജ തങ്ങളുടെ മുന്നിൽ വന്ന് ഈന്തപ്പഴം ചവച്ച് വായിൽ വെച്ച് കൊടുത്ത ആ ഈന്തപ്പഴം കടിച്ച അവിടുന്ന് തുടങ്ങിയ വിപ്ലവമാണ് പ്രവിശാലമായി കിടക്കുന്ന ഹെക്ടർ കണക്കിന് ഭൂമിയിലെ നദീതടമായ അനാസാഗർ നദിയുടെ പടിക്കെട്ടിൽ കാല് ചവിട്ടിറങ്ങിയിട്ട് ഒരു കൂജയിലേക്ക് വെള്ളം കോരുമ്പോ ലിറ്റർ കണക്കിന് വെള്ളം ഒരു കൂജയിൽ ഒതുക്കിപ്പിടിച്ച് പൃഥ്വിരാജിന്റെ രജപുത്ര ഭരണകൂടത്തിന്റെ മുട്ടുകൂട്ടിയിടിപ്പിക്കാൻ കഴിയുമാറ് കറാമത്തിന്റെ വെടിമരുന്നൊരുക്കാൻ അജ്മീർ ഖാജ തങ്ങൾക്ക് കഴിഞ്ഞത് ഉസ്മാൻ ഹാറൂണി തങ്ങളുടെ ഊമിനീര് കലർന്ന ഈന്തപ്പഴാണ് എന്നല്ല. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂണി തങ്ങളല്ല, അക്താബുകളിൽ രണ്ടാമനായ ഇബ്രാഹിം ഉദ്ദസൂഖി ഇബ്രാഹിമുൽ മജ്ദൂബി എന്ന് പറയുന്ന ദസൂഖി തങ്ങളല്ലേ, ഇബ്രാഹിമുൽ മജ്ദൂബി എന്ന് പറയുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരാണ്. അവിടുത്തെ ഉമിനീര് കലർന്ന വെള്ളമാണ് അവിടുന്ന് തുടങ്ങിയ ആ വിപ്ലവം. അതുകൊണ്ട് ഉമ്മമാരെ, അധ്യാപനവും വിദ്യാർത്ഥികളും നമ്മുടെ ഉസ്താദന്മാരും, അത് സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും ദർസിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും ആരും ആകട്ടെ, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു അള്ളാഹിനെ കാട്ടിത്തരും. അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് ഔലിയാക്കന്മാർ അജ്മീർ ഖാജ തങ്ങളൊക്കെ ജീവിച്ചത്. അതുകൊണ്ടാണ് മാതാപിതാ ഗുരു എന്ന് പറയുന്നത്. മാതാപിതാ കുരു ആവരുത്, മാതാപിതാ ഗുരു. മാതാപിതാ ഗുരു, പിന്നെ ആരാ? ദൈവം. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ, ഈ ഉസ്താദന്മാരുടെ ദുആ ഒന്നും ഇല്ലാതെ അനഅബ്ദുൻ ഹർഫുൻ അല്ലമനി ഹർഫുൻ വാഹിദ, ഒരു ഹർഫ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരാൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ, ഒരു ഹർഫ് ഒരാൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അടിമയാണ് ഞാൻ എന്ന ഫത്ഹുൽ ഖയ്യൂമിന്റെ മുസന്നിഫ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവിടുത്തെ ജീവിതം, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദാണ്. ആ മഹാനായകന്റെ പേരിലാണ് ഈ നഗരമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, ഇത്തരം മജ്ലിസുകൾ, അജ്മീർ ഖാജ തങ്ങളെപ്പോലെ സ്വാത്വികരായ നേതൃത്വങ്ങളെ കാണാനില്ലാത്ത ആഖിറു സമാനിന്റെ ചപ്പുചവറ് ചണ്ടികൾ ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ അജ്മീർ ഖാജ തങ്ങളുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. അത് അവരുടെ ഉളൂരിയത്തിന് കാരണമാണ്. ആ മജ്ലിസിനെ സജീവമാക്കുക എന്നുള്ളത്. പതിയാങ്കരയിൽ ബഹുമാനപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഷഹീർ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ സ്വലാത്തുന്നൂർ അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി, മുത്തുമോളുടെ മുത്തുനബിയുടെ പൊന്നുമോളായ ഫാത്തിമ ബീവിയുടെ നാവിൻ തുമ്പിൽ നിന്ന് പെയ്തിറങ്ങിയ സ്വലാത്തിന്റെ വചനാമൃതങ്ങൾ ചൊല്ലിത്തീർക്കുന്ന സദസ് അവിടെയുണ്ട്. നമ്മുടെ പള്ളിയിൽ, വിയപുരം പള്ളിയിൽ മറ്റൊരു മജ്ലിസ് ഉണ്ടാകും. ചുറ്റുവട്ടത്ത് സന്നദ്ധ പ്രവർത്തകരുടെ SOS-ന്റെയും SSF-ന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മഹ്ദറത്തുൽ ബദരിയും മറ്റുമൊക്കെ ഉണ്ടാകും. അത്തരം മജ്ലിസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്ന, അജ്മീർ ഖാജ തങ്ങളെപ്പോലെ ഉള്ളവർ കേവലം വേഷവിധാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ആഖിർ സമാനിന്റെ കാലഘട്ടത്തിൽ വിജയത്തിലേക്ക് നടന്നു കയറാൻ 10 മോതിരം ധരിച്ചതുകൊണ്ട് വലിയ ആളല്ല അജ്മീർ ഖാജ തങ്ങൾ. പച്ച തുണി അടിച്ചിട്ട് നീളം കന്തൂറയിൽ മുറുക്കി തുപ്പിയിട്ട് മുഷിഞ്ഞു നാറി നടന്നപ്പോ അയാളോ അല്ല അജ്മീർ ഖാജ തങ്ങൾ വലിയ, അല്ലേ? അങ്ങനെയല്ല, അത് തന്നെയാണ്. ആ ത്വാഅത്ത് ഉസ്താദിനോടും ഉണ്ടായിരുന്നു, അള്ളാഹുവിനോടും ഉണ്ടായിരുന്നു. ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ദർസിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ പിരിഞ്ഞു പോകാത്ത ഏക കുട്ടി ആരാണ്? ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളാണ്. ആ അജ്മീർ ഖാജ തങ്ങളെയാണ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അവസാനം വഫാത്തിന്റെ സമയത്ത് മക്കത്തേക്കും കൊണ്ടുപോയത്. ആ മക്കത്തവിടത്തെ നെഞ്ചു ചേർത്ത് പിടിച്ചിട്ടൊരു ദുആ, ഈ കുട്ടിയെ സ്വീകരിക്കണേ, കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു വിളിയാളം, ഈ മുഈനുദ്ദീനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാണേണ്ട, ഒരുപാട് മനസ്സിലാക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്, ചില സംസ്കാരങ്ങളുണ്ട്. അത്തരം സംസ്കാരങ്ങളൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അറിയേണ്ടതിനെ അറിയാനും തിരിച്ചറിയേണ്ടതിനെ തിരിച്ചറിയാനും ആദരിക്കേണ്ടതിനെ ആദരിക്കാനുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അതുകൊണ്ട് ഈ സദസ്സ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ആയിരങ്ങൾ വരണം. വരുന്നവർക്കൊക്കെ അള്ളാഹുവിനെ കാണാനുള്ള മജ്ലിസാക്കണം.
നല്ല നോട്ടം കാണാൻ. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ജിബ്രീൽ പറഞ്ഞ 70,000 വട്ടം ഞാൻ കണ്ടു എന്ന ആ കാർത്തിക നക്ഷത്രമാകുന്ന മാഷാ അല്ലാഹ്, എന്തൊരു രംഗായിരിക്കും ആ മുഖകമലമൊന്ന് കാണാൻ. എന്ന് പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ആ മുഖം കാണാൻ, അതിലൂടെ അല്ലാഹുവിനെ കാണാൻ. അതുകൊണ്ട് റമദാൻ മാസത്തിൽ അല്ലാഹ് ദുആ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കണേ എന്ന്. ഉംറ ചെയ്യുമ്പോഴും പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കണം. ആ സ്വർഗം ചോദിക്കാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ പാലാറിലും തേനാറിലും കാട്ടാറിലും കുടിച്ച് മതോത്മങ്ങനായി കഴിഞ്ഞുകൂടാനല്ല, മറിച്ച് സ്വർഗം കിട്ടിയാൽ അതിൻ്റെ അകത്ത് വെച്ച് അള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ കാണുന്ന രംഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ഇപ്പൊ റജബ് 27 ഈ റജബ് 27 ഹത്താലി ബഹിരിൻ നൂരി ജിബ്രീലും വഖഫാ, പ്രകാശത്തിന്റെ കടൽ കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് ഞാനില്ല നബിയേ, അങ്ങ് പോയാലും നബിയേ എന്ന് പറഞ്ഞ് റബ്ബിന്റെ ദർബാറിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ ദർബാറിൽ ചെന്ന് അത്തഹിയാത്ത് ഓതിയ ചരിത്രമൊക്കെ നമുക്കറിയാം. മൂസാ നബി കാണാൻ പോയതും അറിയാം. മൂസാ നബി കാണാൻ പോയപ്പോൾ മൂസാ നബിയുടെ വടിയെപ്പറ്റി ചോദിച്ചതും അറിയാം. മൂസാ നബി അലൈഹിസ്സലാം കാണാൻ പോയപ്പോൾ മൂസാ നബിയുടെ വടിയെപ്പറ്റി ചോദിച്ചപ്പോ മൂസാ നബി വടിയെക്കുറിച്ച് വിശാലമായി പറഞ്ഞു, ഹിയാസായ, ഇതൊരു വടിയാണെന്ന് പറയാതെ ഇവിടെ നിന്ന് പറഞ്ഞു ഇതിന്നാലിന്ന ആവശ്യങ്ങളൊക്കെ ഉള്ള വടിയാണ് എന്ന് സുദീർഘമായി പറയാനുള്ള കാരണം വഫീ ജവാബി കൈഫ സൈദോ കുൽദനി, അറബി ശാസ്ത്രത്തിന്റെ ഗ്രാമർ തിരിച്ചറിയാത്ത ഒരു മനുഷ്യനായതിന്റെ പേരിലല്ല. ഒരു വടിയാണെന്നൊറ്റ വാക്കിലങ്ങ് പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബ് രണ്ടാമതൊന്നും ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുമായിട്ടുള്ള ഈ സല്ലാപനത്തിന്റെ രാത്രി, ഈ സല്ലാപത്തിന്റെ പകല്, അല്ലാഹുമായിട്ട് ലയിച്ചു ചേർന്ന ഈ തൂരിസീനാ പർവ്വതത്തിന്റെ മുകൾ തട്ടില് പ്രകാശത്തിന്റെ അരുണകിരണങ്ങളൊന്ന് വർഷിച്ചപ്പോഴേക്ക് ബോധരഹിതനായി വീണ ഞാന് അല്ലാഹുവിന്റെ മധുരമൊഴി ഞാൻ കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ സുന്ദരമായ നാദങ്ങൾ ഞാൻ കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ ആ രസകരമായ സംഭാഷണം കേൾക്കുമ്പോ അത് കേട്ടു കൊതിതീരാതെ പരസ്പരം 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 വൃക്ഷശിഖിരത്തിന്റെ മുകൾ തട്ടിലിരുന്ന് കിളിക്കൊഞ്ചല് പറയുന്ന കവിഞ്ച പക്ഷികളെ പോലെ അല്ലാഹുമായിട്ടുള്ള ഈ ലയനമങ്ങ് അവസാനിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഈ വടിയുടെ വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ അല്ലാഹുവിനെ കാണുന്ന ലയനം, അല്ലാഹുവുമായിട്ട് ലയിച്ചു ചേർ, അതിനു വേണ്ടിയിട്ടാണ് ഹജാത്തങ്ങള്, അതിനു വേണ്ടിയിട്ടാണ് റമദാൻ, അതിനു വേണ്ടിയിട്ടാണ് ദിക്ർ, അതിനു വേണ്ടിയിട്ടാണ് സ്വലാത്ത്, അതിനു വേണ്ടിയിട്ടാണ് സദഖകള്, അതിനു വേണ്ടിയിട്ടാണ് സർവ്വ മജ്ലിസുകളോ, അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സദസ്സുകളോ. കണ്ടില്ലേ ഇബ്നു ഹജർ തങ്ങൾ തുഹഫ അതിന്റെ മുസന്നിഫ് പറഞ്ഞു, ലോകത്ത് നിന്ന് വിട പറയുന്നതിനു മുമ്പ്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിനു മുമ്പ് കുത്തുബായിരുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി റളിയല്ലാഹു അൻഹു ഒരു വട്ടം തലയിടിച്ച് പൊട്ടിയിട്ട് ആ പൊട്ടിയ തലയുടെ ഈ തലയോട്ടി പൊട്ടിയിട്ട് വേദന കൊണ്ട് കടിച്ചമർത്താൻ കഴിയാതെ പുളഞ്ഞ സമയമില്ലേ, ആ സമയം അല്ലാഹുവിനെ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഏതൊരു മനുഷ്യനും ബോധക്ഷയം വരുമ്പോ സ്ഥലകാല ബോധം നഷ്ടപ്പെടുമല്ലോ. ആ സമയം പോലും എന്റെ റബ്ബിനെ ഞാൻ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് മരണാസന്നമായ സമയത്ത് പൊട്ടിക്കരഞ്ഞ ഇമാം നബവി, അവര് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ അവരുടെ അനക്കങ്ങൾ മുഴുവനും അല്ലാഹു ആയിരുന്നു. അതുകൊണ്ടല്ലേ اللهم لا تعاقبنا فقد عاقبنا. റമദാൻ വരുമ്പോ, റജബ് വരുമ്പോ, ശഅബാൻ വരുമ്പോ, ഇത്തരത്തിലുള്ള പുണ്യങ്ങളായ സദസ്സുകളിൽ വന്നിരിക്കുമ്പോ മുൻഗാമികൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റഹ്മാനേ. കാരണം എന്താണ്? ഫഖദ് ആഖബ്നാ, ഞങ്ങളുടെ ശരീരത്തിനെ സ്വയം ശിക്ഷിച്ചവരാണ്.
ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനെ സ്വയം ശിക്ഷിച്ചവരാണ്. ഒരിക്കൽ രാത്രിയല്ലയോ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത്. ആ ഒരു ഗ്ലാസ് വെള്ളം കഠിനമായ ചൂടുകാലത്ത് കുടിച്ചപ്പോഴല്ലയോ ശരീരമാസകലം തണുത്തിട്ട് സുഖമായി ഉറങ്ങിയത്. സുബ്ഹി ബാങ്ക് കേട്ടപ്പോഴല്ലയോ ബഹുമാനപ്പെട്ടവര് ചാടി എഴുന്നേറ്റത്. ബഹുമാനപ്പെട്ടവര് ചാടി എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് തീരുമാനമെടുത്തു, ഇനി ഞാൻ ജീവിതത്തിൽ പച്ചവെള്ളം കുടിക്കൂല. കാരണം എന്താ? സുബ്ഹി നിസ്കാരം പോയിട്ടില്ല, റവാത്തിബ് സുന്നത്തും പോയിട്ടില്ല, ഞാൻ ഇനി ജീവിതത്തിൽ പച്ചവെള്ളം കുടിക്കൂല. കാര്യം എന്താ? കാരണം ഇന്നലെ രാത്രി ഈ ചൂടുകാലത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച പൈനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ ഖൗഫൻ വതമഅ, ശരീരത്തിന്റെ ഇരു പാർശ്വങ്ങളിൽ ഇളകിയിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക അഥവാ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ആരാണെന്ന് നാളെ മഹ്ശറയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആയുസ്സിൽ ഒരു തഹജ്ജുദ് പോയി, ആ തഹജ്ജുദ് പോകാൻ കാരണം എൻ്റെ ഉറക്കാണ്, ആ ഉറക്കത്തിന് കാരണം ഇന്നലെ രാത്രി കുടിച്ച പച്ചവെള്ളമാണ്, അതുകൊണ്ട് ആ പച്ചവെള്ളം ഇനി എൻ്റെ ശരീരത്തിന് വേണ്ട. പിന്നെ വല്ലാതെ ദാഹിക്കുമ്പോൾ മണ്ണ് കുഴച്ച് ഒരു ഉരുള കയ്യിൽ വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് ആ ഉരുളയിൽ മണ്ണ് കലർന്നിട്ട് ആ വരുന്ന വെള്ളം ചുണ്ടുകൊണ്ട് വലിച്ച് മണ്ണ് കലർന്ന വെള്ളമായിരുന്നു പിന്നെ ദാഹജലമായി. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞൊരു വാക്കുണ്ട്, അതേ വാക്ക് ജലാലുദ്ദീൻ റൂമിയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കവാടത്തിലൊന്ന് മുട്ടി. എന്നോട് ചോദിച്ചു ആരാണെന്ന്. ഞാൻ പറഞ്ഞു ഞാനാണെന്ന്. വളരെ കാൽപ്പനികതയാണ്, അലങ്കാരമാണ്, കവിതയാണ്, മനോഹരമാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഇത്ര മനോഹരമായി പറഞ്ഞ മറ്റൊരാളുണ്ടോ എന്ന് അത്ഭുതമാണ്. ആരാണെന്ന് ചോദിച്ചു, ഞാനാണ്. മറുതലക്കിൽ നിന്ന് മറുപടി പറഞ്ഞു, എനിക്കും നിനക്കും തങ്ങാൻ ഇവിടെ ഇടമില്ല, മടങ്ങിക്കൊള്ളുക. ഞാൻ അവിടെ നിന്ന് മടങ്ങി മരാന്തരങ്ങളും ഗജാന്തരങ്ങളും മലമടക്കുകളും പർവ്വതനിരകളും പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമികളും താണ്ടി സന്യാസത്തിന്റെ യശ്രുമാനസ ഹൃദയങ്ങളുമായി ലോകത്ത് മുഴുവനും ഞങ്ങൾ ചുറ്റിച്ചിരിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും ഞാൻ കാലങ്ങൾക്ക് ശേഷം ആ കവാടത്തിൽ തിരിച്ചറിവോടെയൊന്ന് തട്ടി. അപ്പോഴും ചോദിച്ചു ആരാണെന്ന്. ഞാൻ പറഞ്ഞു നീയാണെന്ന്. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും നിനക്കും തങ്ങാൻ ഇവിടെ ഇടമില്ലെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ആ കവാടം ഞാൻ നീയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഞാൻ നീയാണ്. എന്നിലെ ഞാൻ ഇല്ലാതെയായപ്പോ ഞാൻ നീയായപ്പോ എന്തായി മാറി? അതെന്നെയാണ് അലിഫ്. അതൊന്ന് ആഴത്തിൽ പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് അള്ളാഹു എന്ന ഉൾസാരം, ആ ഉൾസാരം ശരീരത്തിൻ്റെ 7ാമത്തെ അറയുടെ അകത്തളങ്ങളിലുണ്ട്. വഫിസ്സിറി അന, അത് കാണാനും തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ജീവിതത്തിൽ എന്ത് വൃത്തികേടുകളിലേക്കും മോശത്തരങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും അധാർമികതകളിലേക്കും ഇരുട്ടിന്റെ മറവിലെ അനാശ്വാസ പ്രവർത്തനങ്ങളിലേക്കും അടച്ചിട്ട മുറിയിലെ അനാവശ്യ ചാറ്റിങ്ങും ചീറ്റിങ്ങും റീലും മറ്റു കാര്യങ്ങളിലേക്കും എല്ലാത്തിലേക്കും പോകുമ്പോൾ 7ാമത്തെ അറയിൽ എൻ്റെ റബ്ബിരിക്കുന്നുണ്ട്. ആ റബ്ബ് അലങ്കരിക്കുന്ന സിംഹാസനത്തിൻ്റെ മേലിൽ ആസനനായിരിക്കുന്നത് എൻ്റെ ഹബീബായ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ ഒരു ബോധത്തോടു കൂടി എനിക്ക് അല്ലാഹുവിനെ കാണണം. ഞാൻ ഇതുവരെ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഇതിൻ്റെയൊക്കെ മർമ്മം റബ്ബിനെ കാണലാണ് എന്നൊരു ബോധം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ അല്ലാഹ്. ഏതായാലും ഈ കൊല്ലം അജ്മീർ ഹാജ തങ്ങളുടെ മജ്‌ലിസിൽ നമുക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആ ആവശ്യങ്ങളൊക്കെ സാധിക്കും. മർമ്മപ്രധാനമായൊരു കാര്യം, അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണം, അള്ളാഹുവിൻ്റെ റസൂലിനെ ഒന്ന് കാണണം, കലിമ ചൊല്ലിയിട്ട് എനിക്കൊന്ന് മരിക്കണം, ആഖിബത്ത് നന്നാകണം. ആര് വകവെച്ചാലും വകവെച്ചില്ലെങ്കിലും, ആര് പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും, ആര് വന്നാലും കൂടിയാലും കൂടിയില്ലെങ്കിലും, ആരൊക്കെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും, എല്ലാത്തിലും പടച്ചവനെ നീ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകണം. ഇസ്ലാമികത്തെന്ന കോട്ടയ്ക്കകത്ത് മഗ്രിഫത്തെന്ന മാളികക്കകത്ത് റിസാലത്തെന്ന തോപ്പയ്ക്കകത്ത് കമാലിയത്തെന്ന വിരിപ്പം വിരിച്ച് ജമാലിയത്തെന്ന കുപ്പായമണിഞ്ഞ് തവക്കുലെന്ന തലക്കാണിയും വെച്ച്
ഇലാഹെന്ന നിറയുന്ന ഇറച്ച് ഇൽമുൽ അവ്വലീന വല്ലാഖരീന എന്ന തുറുമ്പൂശി വഖാറെന്ന പൊൻപ്രഭയുള്ള തലപ്പാവും കെട്ടി കുഫ്രിയത്താകുന്ന കാടിന് സൈഫുൽ ഹഖാകുന്ന വാളുകൊണ്ട് വെട്ടി വെളിവാക്കിയ അയിലുലയായ ഉലമയായ ഐനുന്നൂറായ ഐനുൽ ജമാലായ ഐനുൽ കമാലായ ആലങ്ങൾക്കധിപതി രാജാ മഹ്മൂദർ നബി അവർ തേജാവ് പാപപൂമുത്തു പുന്നാരത്താഹ റസൂലുള്ളാഹി തട്ടേടും പാടുന്ന തമ്പുരാനായ പുന്നാര മുത്തായ തങ്ങളുടെ ഈ പറയപ്പെട്ട സ്തപോരിസകളോ അവിടുത്തെ അസ്റഫുൽ ഖൽഖെന്നും റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നും മഖാമുൽ മഹ്മൂദ് എന്നുമുള്ള അവിടുത്തെ സ്ഥാനമാനങ്ങളും നീ നൽകി തൃപ്തിപ്പെടുത്തിയ അശ്ശഫാത്തുൽ ഉളുമാ എന്ന രാജാധികാരത്തിന്റെ പ്രൗഢി കൊണ്ടും വാപ്പ മുതൽ പുന്നാര നബി വരെ വരുന്ന മമ്പുറത്തെ തങ്ങൾ മുതൽ അവിടുത്തെ വാപ്പ മുതൽ പുന്നാര നബി വരെ വരുന്ന ഉസ്താദ് നൂറുൽ ഉലമ മുതൽ പുന്നാര നബി വരെ വരുന്ന എന്റെ വാപ്പ പൂക്കോയ തങ്ങൾ മുതൽ പുന്നാര നബി വരെ വരുന്ന മുഴുവൻ അഹ്ലു ബൈത്താകുന്ന പാപ്പമാരെ കൊണ്ടും അവരുടെ മശായിഖന്മാരെ കൊണ്ടും ജിന്നുമക്കളെ കൊണ്ട് ഉസ്താദന്മാരെ കൊണ്ടും ഗുരുജനങ്ങളെ കൊണ്ട് അല്ലാഹുവേ വിയ്യപുരത്ത് അജ്മീർ ഖാജാ തങ്ങളുടെ ഈ മജ്ലിസിൽ നിന്നിട്ട് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ മജ്ലിസ് ഇജാബത്തിൻ്റെതാക്കണേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മജ്ലിസാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് ഞങ്ങളുടെ വേദനകൾ ദൂരീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ലാഹുവേ ഞങ്ങളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഞങ്ങളെ നീ മുത്തഖീങ്ങളാക്കണേ അല്ലാഹ് ഞങ്ങളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് ഞങ്ങളെ നിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളും മാദിഹീങ്ങളും ആക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നിസ്കരിക്കുന്നവരും നമ്പെടുക്കുന്നവരും ദിക്റ് ചൊല്ലുന്നവരോ അല്ലാഹ് ആബിദീങ്ങളും മുത്തഖീങ്ങളും സാലിഹീങ്ങളും നിന്റെ ഇഷ്ടദാസന്മാരോ സഹാബത്തിന്റെ ഹൃദയത്തിന്റെ ആകത്തളങ്ങളിൽ ഇറങ്ങിയ ആഴത്തിലുള്ള ഈമാനീക പവറുള്ളവരുമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ശിഷ്യഗണങ്ങളെയോ ഞങ്ങളുടെ സഹപാഠികളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഞങ്ങളുടെ ഇഷ്ടജനങ്ങളെയും വിയ്യപുരത്ത് വന്നുകൂടി ഈ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും നീ മാറ്റണേ റഹ്മാനേ അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ് ഹറാമ് കാണുന്ന ഹറാമ് കേൾക്കുന്ന ഹറാമ് പറയുന്ന ഹറാമിലേക്കെടുക്കുന്ന അവയവങ്ങളൊന്നും ഞങ്ങൾക്കും മേൽ പറയപ്പെട്ടവർക്കും നൽകരുത് അല്ലാഹ് അർഹമർ റഹീമായ റബ്ബേ ഞങ്ങൾക്കും മേൽ പറയപ്പെട്ടവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ് ദീർഘായുസ് നൽകണേ അല്ലാഹ് നിന്റെ താഴത്തിലുള്ള ജീവിതം നൽകണേ അല്ലാഹ് മാറാരോഗങ്ങളും മാരകമായ രോഗങ്ങളും വെക്കല്ലയല്ല ജനങ്ങൾ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ വെക്കല്ലയല്ല സമ്പത്തും അഭിമാനവും നഷ്ടപ്പെടുന്ന രോഗങ്ങൾ വെക്കല്ലയല്ല ശരീരഭാഗങ്ങൾ കീറുമുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ നീ വെക്കല്ലയല്ല നിത്യമായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ വെക്കല്ലയല്ല ക്യാൻസർ വേണ്ട അല്ല ട്യൂമർ വേണ്ട അല്ല അപസ്മാരവും നാടിതളർച്ചയും ടെൻഷന് തകരാറും ആമാശയ മലാശയ മൂത്രാശയ രോഗങ്ങളോ ഞരമ്പുകൾക്ക് തകരാറുമൊന്നും നീ വയ്ക്കല്ലയല്ല റബ്ബേ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നീ ഹലാലാക്കിയ ഭക്ഷണങ്ങൾ ഡോക്ടർമാര് കഴിക്കരുതെന്ന് പറയുന്ന രോഗങ്ങൾ നീ ഞങ്ങൾക്കാർക്കും വെക്കല്ലയല്ല ഷുഗർ മാറ്റണേയല്ല പ്രഷർ തരല്ലയല്ല കൊളസ്ട്രോൾ നീക്കണേയല്ല റബ്ബേ ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗാണുക്കൾ നിലവിലുണ്ട് എങ്കിലോ ഹാജാ തങ്ങളുടെ പോലീസ് കൊണ്ട് നീ അങ്ങ് ശിഫയാ കേൾക്കണേയല്ല
അപകട മരണങ്ങളിൽ പെടുത്തരുത് അല്ലാ. ദുർമരണങ്ങളിലും പെടുമരണങ്ങളിലും ഈമാനില്ലാത്ത മരണങ്ങളിലും നടുറോട്ടിൽ ചിന്നിച്ചിതറിയിട്ട് മജ്ജയും മാംസവും വാരിക്കൂട്ടിക്കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് പഞ്ഞിറച്ച് തുന്നിക്കെട്ടിയിട്ട് സെയിലടിച്ച പെട്ടിയിലെ ആവി പറന്ന് തണുത്തുയർന്ന പെട്ടിയില് ആർത്തട്ടഹസിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്നിറക്കേണ്ടി വരുന്ന, ഞങ്ങളുടെ മക്കളെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കേണ്ടി വരുന്ന മരണങ്ങൾ നീ ഞങ്ങൾക്കാർക്കും വക്കരുത് അല്ലാ. ഞങ്ങളുടെ മഹലിന്റെ ലെറ്റർ പേടില് ഞങ്ങൾക്ക് പിരിവെടുക്കാൻ അർഹരാണെന്ന് സീലടിച്ച പേപ്പറുമായി ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങള് പള്ളി വരാന്തകളുടെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുന്ന, ഇത്തരം സദസ്സുകളിൽ നിന്ന് പിരിവടിക്കേണ്ടി വരുന്ന സന്നദ്ധ സംഘടനകൾ വഴിയോരങ്ങളിലോ ഒക്കറ്റിന്റെ പുറത്ത് ഞങ്ങളുടെ ചിത്രമൊട്ടിച്ചോ വാഹനങ്ങളുടെ മുന്നിൽ ചാടി വീണിട്ടോ അതിനുവേണ്ടി പിരിവടിക്കേണ്ടി വരുന്ന മാരകമായ രോഗങ്ങളോ ദാരിദ്ര്യങ്ങളോ പട്ടിണികളോ മറ്റു പ്രതിസന്ധികളോ ഞങ്ങൾക്കോ ഞങ്ങളുടെ നാട്ടിലോ കുടുംബത്തിലോ ഞങ്ങളുടെ മക്കളിലോ ശിശുഗണങ്ങളിലോ ഞങ്ങളുടെ സ്ഥാപന ബന്ധുക്കളിലോ ഞങ്ങളുടെ സഹകാരികളിലോ ഇവിടെ കൂടിയ ഈ വീയപുരത്തുള്ള ഇവിടെ കൂടിയ ഓരോരുത്തരുടെ വീടുകളിലോ നീ വക്കരോ റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിനെ തൊട്ട് കാതിന്റെ കേൾവിശക്തി നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നാവിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നതിനെ തൊട്ട് കാത്തോളണേ അല്ലാ. നിസ്കാരം മുടങ്ങുന്നതിനെ തൊട്ട് കാത്തോളണേ അല്ലാ. വർദ്ധകളും വദീഫകളും നഷ്ടപ്പെടുന്നതിനെ തൊട്ട് കാത്തോളണേ അല്ലാ. അല്ലാഹുവേ വീയപുരത്തുകാർ അജ്മീർ ഹാജ തങ്ങളുടെ മജ്ലിസിൽ ആടുകൊടുത്തരി കൊടുത്ത് കാശ് കൊടുത്ത് പലതും കൊടുത്ത് ഈമാനിന്റെ ആവേശത്തില് ഈ തണുത്തീർന്ന ഈ മഞ്ഞ് പെയ്യുന്ന രാത്രിയില് മുന്നിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ട് നിൽക്കുകയാ. അല്ലാഹുവേ ഈ നിൽക്കുന്ന ഓരോ ആണുങ്ങൾക്ക് ഓരോ പെണ്ണുങ്ങൾക്ക് ഈ നിൽക്കുന്ന ഓരോ പിഞ്ചോമന മക്കൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട് അല്ലാ. പദ്പുറത്തെ തങ്ങള് തമ്പുരാനായ ഹുലുബൈത്തിന്റെ രാജകളെയായ സ്വർഗത്തിൽ വാറുന്ന പച്ചക്കളിയായ സയ്യിദ് നബി തങ്ങളുടെ കുത്തുബുസ്സമാനെന്ന പദവി കൊണ്ടും സുലൈമാൻ നബിയുടെ പോരിസ കൊണ്ട് അലിയാരി തങ്ങളുടെ ജന്മലോത്ത് കൊണ്ടും സുലൈമാനിയ മുദ്രകളും തൃക്കരങ്ങളും അവിടുത്തെ തിരുവാതിര മോതിരത്തിനെ തന്നെയാണ് സെറ്റ്. ഇന്നേ ദിവസം ഈ രാത്രി ഈ സമയത്ത് ഈ സമാപനത്തിന്റെ നേരത്ത് നിന്നിലേക്ക് കൽബുലുകിയിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ആരൊക്കെ ആവേശത്തോടെ ഹൃദയത്തിൽ നിന്ന് ഈമാനോടെ മുത്തുനബിയെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ആരൊക്കെ ആമീൻ പറയുന്നുണ്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ജല്ല ജലാലായ നാഥനായ അല്ലാ ഞങ്ങളെ പോറ്റുന്ന അല്ലാ. ആകാശമണ്ഡലത്തിൽ ജിബ്രീൽ 70,000 വട്ടം കണ്ട് ആ കാർത്തിക നക്ഷത്രത്തിന്റെ പോരിസ കൊണ്ട് ഈ മജ്ലിസിൽ നീ ഇജാബത്തിറക്കണേ അല്ലാ. ഏഴാകാശഭൂമിക്കകത്ത് ഉൾപ്പെട്ട സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും നേതാവാക്കി അരുൾ ചെയ്ത നേതാവാക്കി അരുൾ ചെയ്ത നബി മുശഫിഉൽ വറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പോരിശകൾ കൊണ്ടും നീ സദസ്സിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചത് ചോദിക്കാത്തത് പറഞ്ഞത് പറയാൻ മറന്നത് ഇവിടെ ദുആ ചെയ്യാൻ എഴുതി കൊടുത്തത് എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പരിശിൽ മികந்த ബഗ്ദാദിൽ വാടോ ബദറബ്ദുൽ ഖാദിർ ഗുരുവേ ബലദുറ്റ ഹാജാ ജമീറിൽ വാടോ മൊയ്നുദ്ദീൻ താമം തുണയായി ഈ മജ്ലിസിൽ നീ നൽകണേ അല്ലാ.
അല്ലാഹുവേ ആരവം സ്വലാത്തിൻ്റെത് ഞങ്ങൾ മുടക്കാൻ പോകുകയാ. സ്വലാത്ത് ഈ സദസ്സിൽ നിന്ന് ആവേശമായിട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ അജ്മീർ ഖാജാ തങ്ങളുടെ സദസ്സിൽ നിന്ന് ചൊല്ലാൻ പോകുകയാ. വിശ്വാസികളെ, അജ്മീർ ഖാജാ തങ്ങളുടെ ആശുഖങ്ങളെ, മുത്തുനബിയുടെ മുഹബ്ബീങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലാ കൊല്ലവും ഈ വിനീതൻ ചൊല്ലിത്തരുന്ന സ്വലാത്ത്? ഈ വിനീതന്റെ മജ്ലിസിൽ അല്ലാഹു ഇജാബത്തിറക്കിയ സ്വലാത്ത്, ഈ വിനീതൻ മൗലദ്ദവിയിലെ പടുത്തുയർത്തിയത് ഈ സ്വലാത്ത് കൊണ്ടാ. ഈ സാധു ഇങ്ങനെയായത് ഈ സ്വലാത്ത് കൊണ്ടാ. എല്ലാം മറന്ന് മദീന കൺമുന്നിൽ കണ്ട ആവശ്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രവാചക പ്രേമം മുറിഞ്ഞു പൊങ്ങിയിട്ട് നാവിൻ തുമ്പിൽ നിന്ന് മുത്തുനബിയുടെ പേര് ഞാൻ ഇവിടെന്ന് പറയുമ്പോ എല്ലാം മറന്ന് ആരവത്തോടെ സ്വലാത്ത് ചെല്ലാമോ? ആ സമയത്തെന്റെ കൺമുന്നിൽ ഞാനിതാ പച്ചക്കുബ്ബ കാണുന്നു. റൗളയിലെത്തിയവരും മുത്തുനബിക്ക് സലാം പറയുന്ന ആ ദ്വാരം കാണുന്നു. ആ കാണുന്നു റബ്ബേ, ഈ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്തന്തി ഉറങ്ങിക്കിടക്കുന്ന മുത്തുനബിയില്ലേ, ആ മുത്തുനബിക്ക് ഞാൻ ചൊല്ലുന്ന എന്റെ ആവുകൊണ്ടുള്ള ഈ സ്വലാത്ത് കാരണമായിട്ട് ഈ സദസ്സിൽ വെച്ച് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റണേ എന്ന നീയത്തോടെ ഉറക്കയെന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഫതഹുൽ മുഈനിൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ ശബ്ദമുയർത്തി തൊണ്ട വിട്ടുമാർ ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലാമോ? പരിശൽ മികந்த ശൈഖൂർ കുതുബീങ്ങൾ ശുഹദാക്കളെ ഈ സദസ്സിൽ തുണയായിട്ട് ഈ സ്വലാത്ത് ചൊല്ലുമ്പോ വരണേ അല്ലാഹുവേ, ഈ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുകയാ. അല്ലാഹുവേ, ഈ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുകയാ. അരുൾ വേണം ബീവി സഹ്റാ ബത്തൂലിൽ, പൊരുൾ വേണം കാവൽ നിധമേ, അരസരായ ബേദി തമിയാലോ അലിയോരും ഹസനൈനിയോരോ അടങ്കൽ സദമേ. അല്ലാഹുവേ, ബീവി അവറുകളുടെ സത്യവിദ്ധാന്തമാണ് ഈ സദസ്സിലേക്ക് നീ ഇജാബത്തുടേക്ക് നിൻ കരുണയാൽ ഏറ്റമേറ്റമേറ്റമേറ്റമേറ്റമേറ്റമേറ്റമേറ്റ അറിവൂറവ് അരുൾ തരൂ പുരാരേ അർഹമുർ-റാഹിമീനേ, ഞങ്ങളുടെ മേൽ നീ നൽകണേ അല്ലാ. ചൊല്ലിക്കേ എന്ന സ്വലാത്ത് ഫാത്തിമ ബീവി വരട്ടെ, അലിയാർ തങ്ങളെന്ന എന്റെ ഉപ്പാപ്പ വരട്ടെ, മുത്തുനബി എന്ന ഹസൻ എന്ന ഹുസൈൻ എന്ന ആ ചരിത്രത്തിലെ ലോകത്തിന്റെ അച്ചുതണ്ടിന്റെ അധികാരികൾ വരട്ടെ, ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കട്ടെ. അല്ലാഹുവിന്റെ ആസ്തിത്വത്തിന്റെ നിഗൂഢ കലവറ മുഹമ്മദ് മുസ്തഫ. പോരാമക്കളെ, അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെ സ്വലാത്ത്, ദിഗന്ധങ്ങളെ വേദിക്കുന്ന ഇടിമുടക്കം പോലെ സ്വലാത്ത്, പെയ്തിട്ടും തോരാത്ത പെരുമഴക്കാലം പോലെ സ്വലാത്ത്, ആകാശമണ്ഡലങ്ങളിൽ ചിത്രപ്പണി തീർക്കുന്ന മിന്നൽ പുഴൽ പോലെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മിന്നലിടി വെട്ടുന്ന സ്വലാത്ത്, സ്വലാത്തിന്റെ ആരവ്, സ്വലാത്തിന്റെ ഇതിഹാസ്, സ്വലാത്തിന്റെ കൊടുങ്കാറ്റ് വീയപുരത്ത് നിന്ന് മുടക്കണോ. ആ സ്വലാത്ത് ഈ സദസ്സിലേക്ക് വരുന്ന സയ്യാഹീനീങ്ങളായ മലക്കുകളോ ഉപ്പാപ്പമാരാകുന്ന അഹ്ലുബൈത്തിന്റെ അർവാഹുകളോ ആനയിച്ച് വെഞ്ചാമരം വീശി മദീനത്തെ റൗളയിലേക്ക് കൊണ്ടുപോയി ആ റൗളയുടെ കവാടം തുറന്ന മുത്തുനബി അത് സ്വീകരിച്ച് വീയപുരത്തി രാത്രിയിൽ അജ്മീർ ഖാജാ തങ്ങളെന്ന് അജ്മീറിന്റെ നായകന് വേണ്ടി ഒരുമിച്ച് കൂടിയ നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് മുത്തുനബി ആസ്വദിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആവശ്യങ്ങൾ ആ തങ്ങൾ സാധിപ്പിച്ചു തരണോ. ആ ആരവത്തോടെ ചൊല്ലിക്കേ, അന്തരീക്ഷമഞ്ചലങ്ങൾ രോമാഞ്ചകഞ്ചുകമണിയട്ടെ. അല്ലാഹുവിന്റെ ആസ്തിക്യത്തിന്റെ നിഗൂഢ കലവറ മുഹമ്മദ് മുസ്തഫ. ലോക മുസൽമാന്റെ മാനസക്കൊട്ടാരത്തിലെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ. മക്കയെന്ന മരുപ്പറമ്പിലെ മണൽത്തരികളെ മഹത്വൽക്കരിച്ച് മാനവന്റെ മാനസക്കൊട്ടാരത്തിലെ മാണിക്കക്കല്ലിനേക്കാളും മന്ദഹാസം പോകുന്ന മുഹമ്മദ് മുസ്തഫ.
മക്കയെന്ന ഉത്സരഭൂമിയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദീപശകയുമായി കടന്നു വന്ന് 6-ാം നൂറ്റാണ്ടിന്റെ അധാർമികതയിൽ അശ്വമേധം നടത്തി അരങ്ങുവാണിരുന്ന അറേബ്യൻ സമൂഹത്തിലേക്ക് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടിയ പടനായകര് മുഹമ്മദ് മുസ്തഫ പ്രതാപസപ്രൗഢിയുടെ സാമ്രാജ്യം അടക്കിവാട് പ്രതാപശാലിയായ രാജാവ് മുഹമ്മദ് മുസ്തഫ ചങ്കിലെ ചോരയായ മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ സമാധാനത്തിന്റെ ഈ പുല്ലമായ മുഹമ്മദ് മുസ്തഫ ശാന്തിയുടെ നികേതിനിയായ മുഹമ്മദ് മുസ്തഫ പ്രാർത്ഥനകളുടെ ഇജാബത്തായ മുഹമ്മദ് മുസ്തഫ ചെയ്തുപോയ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് വീയപുരത്തുകാരും ഈ വിനീതരും മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ നീ ഞങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ പാപക്കറ കൊണ്ട് കറുത്തിരണ്ട ഹൃദയം കാരണമായി ഞങ്ങളുടെ മുന്നിൽ നിന്റെ ഇജാബത്തിന്റെ കവാടം നീ കൊട്ടിയടച്ചിടുന്ന സാഹചര്യത്തില് പിന്നെ ഞങ്ങൾ ആരുടെ പേര് നിന്റെ മുന്നിലേക്ക് പറയുമ്പോഴാണ് ആ പേരിന്റെ മുന്നിൽ നിന്റെ റഹ്മത്തിന്റെ കവാടം തുറക്കുന്നത് ആ നാമത്തിന്റെ ഉടമയായ ആമിനാന്റെ പുണ്യമോനായ അബ്ദുല്ലാന്റെ വാത്സല്യമായ അബൂബക്കറിന്റെ ആവേശമായ ഉമറിന്റെ ഉന്മേഷമായ ഉസ്മാനിന്റെ സന്തോഷമായ അലിയുടെ ഇതിഹാസത്തിന്റെ കാരണക്കാരനായ ലോകത്തിന്റെ ചക്രവർത്തിയായ ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ കുതിരപ്പുറത്ത് ദുൽഫുകാറെന്ന വാളുമേന്തിയിട്ട് ജൽജലൂത്തിയത്തിന്റെ ഇതിഹാസവുമായി കടന്നു വന്ന് ലോകത്തിന്റെ ചരിത്രത്തില് ഇസ്ലാമിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാനും മുത്തുനബി നീട്ടി വിളിക്കുന്ന നാമത്തിന്റെ ഉടമയായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ ഹൃദയത്തിനകത്തളങ്ങളിലേക്ക് നാവിൻ തുമ്പിലേക്ക് ഏതോ ഉമിനീരാണോ അജേന്ദ്രിയ ജ്ഞാനമായി കടന്നു ചെന്നത് ആ ഉമിനീരിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ആരെ പകുത്തു വെക്കുമ്പോഴാണോ പുക്കളിന്റെ താഴ്ഭാഗത്തേക്ക് ഹസനാണെന്നോ പുക്കളിന്റെ മുകൾ ഭാഗത്തേക്ക് ഹുസൈനാണെന്നോ ഞങ്ങൾക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് ആ അമ്പിൽ തിങ്കൾ ചന്ദ്രക്കല ചന്ദ്രബിംബം മുഹമ്മദ് മുസ്തഫ ആരുടെ പേര് പറയുമ്പോഴാണോ ഞങ്ങളുടെ വാരിയൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അകത്തളം ഒരൽപമാവേശത്തോടെ പടപടാൻ നടിക്കണമെങ്കിൽ ഞങ്ങളുടെ ശരീരം രോമാഞ്ച കഞ്ചുകമണിയണമെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിന്റെ ആഫിയത്തും തോക്കത്തും ഞങ്ങൾ മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ നെഞ്ചുപൊട്ടി ചോര പുറത്തേക്ക് വന്നാലോ ആരുടെ പേര് കേൾക്കുമ്പോഴാണോ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് മതിമറക്കുമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രേമം ആരോടാണോ ആ നാമത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ കൻസുൽ വറാ മുഹമ്മദ് മുസ്തഫ طه ورا محمد مصطفى شفيع الورى محمد مصطفى അല്ലാഹുവേ ഈ സ്വലാത്ത് നീ കേട്ടില്ലേ റഹ്മാനേ അല്ലാഹുവേ ഇവരുടെ മനസ്സിൽ നിന്റെ ഹബീബല്ലാതെ പാരുമില്ല അല്ലാഹ് എന്റെ തങ്ങളല്ലാതെ ഇപ്പൊ ആരും ഇവെന്നും ഇവരുടെ ഹൃദയത്തിലില്ല അല്ലാഹ് അല്ലാഹുവേ നീ തന്നെ സാക്ഷി അല്ലാഹുവേ ഈ സദസ്സിലുള്ള സയ്യാഹീനീങ്ങളായ മലക്കുകളെ തന്നെ സാക്ഷി അല്ലാഹുവേ ഈ നിൽക്കുന്ന വൃക്ഷലതാദികളും ഈ പൊടിപടലങ്ങളും ഈ മണൽത്തരികളോ ഈ കായലിന്റെ ഓളപ്പരപ്പുകളും തന്നെ സാക്ഷി നിന്നെ തന്നെയാണ് സത്യോ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞതും പറയാത്തത് വന്നതും വരാനിരിക്കുന്നത് രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെയും ഇഷ്ടജനങ്ങളുടെയോ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ് തന്നവർ അരി തന്നവർ കാശ് തന്നവർ ഏറ്റെടുത്തവർ ഡോക്ടർമാർ ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്നവർ അല്ലാഹുവേ ഏത് പ്രതിസന്ധിയിലും ഇതിനെ പിടിച്ചു നിർത്തിയ വന്യനായ മിസ്ബാഹി അല്ലാഹുവേ മിസ്ബാഹിക്ക് പിന്നിൽ പടയണി ഒരുക്കിയ ഇതിന്റെ നല്ലവരായ ഭാരവാഹികൾ അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് ഈ നാട്ടിൽ നീ അഹ്ലു സുന്നയെ ശക്തിപ്പെടുത്തണേ അല്ലാഹ് സുൽത്താനുൽ ഉലമയുടെ മക്കളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ
ഞങ്ങൾ പേരെടുത്ത് ദുആ ചെയ്യേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ ഷൗക്കത്ത് കൈയുണ്ട്, ഞങ്ങളുടെ അത് ഷാനവാസുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ നിസാറുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ കാണുമ്പോ, ഞങ്ങൾ കൂടുമ്പോ, ഞങ്ങൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന, എപ്പോഴും കൂടണമെന്നും തമാശ പറയണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുള്ള, പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സമാധാനം പകരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിലുള്ള ആളാണ് വന്യരായ സഖാഫി. ഞങ്ങൾ ഈ കെട്ടുന്നതിന് മുമ്പ്, ഈ പേരും ഉണ്ടാകുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ ആകുന്നതിന് മുമ്പ് റബ്ബേ ഞങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് കൈപിടിച്ച് ഞങ്ങളെ സ്നേഹിച്ചവരാ. തമാശക്കാണെങ്കിലും കുടുംബാന്തരീക്ഷമൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളെക്കാൾ ഇസ്സത്ത് നൽകണേ അല്ലാ, ഉയർച്ച നൽകണേ അല്ലാ. അബ്ബേ ഞങ്ങളുടെ ജ്യേഷ്ഠനെ വേണ്ടതുപോലെ പൊന്നുപോലെ പരിഗണിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാ. അല്ലാഹുവേ ജ്യേഷ്ഠനും സഖാഫിക്കോ ഒരു അഹ്ലു ബൈത്തിനെ കൈയെഴുന്നെഞ്ചേറ്റിയ കാരണം കൊണ്ട് സഖാഫിക്ക് അതുകൊണ്ടുള്ള എല്ലാ വിജയവും നൽകണേ റഹ്മാനേ. മുത്തുനബി നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് ഹൗദുൽ കൗസർ കോരിക്കൊടുക്ക. ഈ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം നീ കാരണമാക്കണേ അല്ലാ. ഇസ്സത്തും ഹിമ്മത്തും ഇഫ്ഫത്തും സലാമത്തും ഫറഹും സുറൂറ് അവർക്കും അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ ഉംറയിലുള്ള മാതാപിതാക്കള് ആഫിയത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനം നീയല്ലാതെ തുണയില്ല. ഞങ്ങൾ കെട്ടിയ തലപ്പാവ് ഒരു സമ്പന്നന്റെ മുന്നിലും കുനിച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. ഇത് മുത്തുനബിയുടെ കിരീടാ, ഇത് മമ്പുറത്തെ തങ്ങളുടെ ഘട്ടാ റബ്ബേ. അത് കുനിച്ചു വെക്കുന്ന അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളില് ഒരു കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് തരാതെ, ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങളും ഞൊടിയിടയിൽ നീ നടത്തിത്തരണോ, മുൾക്ക് വെക്കാത്ത രീതിയിൽ നടത്തിത്തരണോ. അതിനെ സഹായിക്കുന്നവരുടെ സഹായിക്കണോ, വഴികളൊക്കെ നീ തുറക്കണോ, പള്ളികൾ ഉയരണോ, സമുച്ചയങ്ങൾ നിറയണോ. ഈ ശബ്ദത്തിന്റെ പരിധി എവിടെയൊക്കെ അടിക്കണമോ അതിന്റെ വിശാലതയിൽ മൗലദ്ദവീര വളരണോ. നീ തൗഫീഖാക്കണേ റഹ്മാനേ. ഈ സദസ്സിൽ വന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ സഫലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ എത്രയോ കൊല്ലമായി എത്തുന്നു. ഇവിടെ നിന്നും മരിച്ച നാളെ മഹ്ശറയിൽ നിന്ന് അഹ്ലു ബൈത്താകുന്ന ഞങ്ങളുടെ ഉപ്പാപ്പമാരോടൊപ്പം ഹസനോരുടെ ചാരത്തേരാൻ പോരാ എന്ന് പറഞ്ഞിട്ട് ഹസനോരം ചേരാമെന്ന് പറഞ്ഞു ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വന്നു ചേർന്നവരോടൊത്ത് മിസ്ബാഹിയോടൊത്ത് കണ്ട കാലം മുതൽ സ്നേഹമല്ലാതെ അവർക്ക് ഞങ്ങളോടൊന്നുമില്ല, വാത്സല്യമല്ലാതെ അവർക്ക് ഞങ്ങളോടൊന്നുമില്ല. റബ്ബേ ആ സ്നേഹം എന്ന് മഹ്ശറയിലേക്ക് എത്തിച്ച് റബ്ബേ ഞങ്ങളുടെ സൈനുൽ ആബിദീൻ കാറടി മണ്ണിലാൽ അങ്ങനെ ഒരുപാട് പേര് ഈ നാട്ടിൽ നിന്ന് ആദ്യകാലം മുതൽ ഈ ദിവസം വരെ സ്നേഹിച്ചവർ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലെത്തി നിന്റെ ഹബീബായ പുന്നാര നബിയുടെ കൂടെ ഇരുന്ന് വലത്തെ സൈഡിൽ ഹബീബ്, ഇടത്തെ സൈഡിൽ മമ്പുറത്തെ തങ്ങള്, മുന്നിൽ നിന്നെ കാണുന്ന അവസ്ഥ അത് ഞങ്ങളുടെ ആഖിറത്തിന്റെ പ്രതിഫലമായി നൽകണേ അല്ലാഹ്. എന്റെ മക്കളെ നീ ആലിമീങ്ങളും ആബിദീങ്ങളും വാഇലീങ്ങളും മാദിഹീങ്ങളും ദീനിന്റെ ഖാദിമീങ്ങളും വിലായത്ത് കൊണ്ട് മുമ്പുറത്തെ സയ്യിദോരും അനുസരണയുള്ള ആഗ്രഹം പോലത്തെ മക്കളുമാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾ വാദ് പറയുന്നു, ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നു, ഞങ്ങൾ ദീനീ ദഅവത്തുകൾ ചെയ്യുന്നു. ഇതിന്റെ പേരിൽ ഒരു വെറ്റ് ദീനിന്റെ പൊതുമുതലിൽ നിന്ന് ഞങ്ങളുടെ ഉദരത്തിലെത്തുന്നതിനെ തൊട്ട് കാക്കണേയല്ല, സമ്പാദിക്കുന്നതിനെ തൊട്ട് കാക്കണേയല്ല, ഞങ്ങളുടെ എല്ലാത്തിലും ബദരീങ്ങളുടെ കാവൽ നൽകണേയല്ല, ഞങ്ങളെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا
വലിമൻ തഅല്ലഖൂ بنا ولمن عاننا ولمن عان مآهدنا ولمن عان ولمن أوصانا بالدعاء ورحمنا ورحم من يرحمنا ربنا ارحمهما كما ربياني صغيرا الله ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ഈ പരിപാടിക്ക് സ്ഥലം വിട്ടു തന്ന മനുഷ്യര് ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ നീ സ്ഥലം ഒരുക്കണം അല്ലാഹ് ആ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് വന്നിരായ സുഹരി ഉസ്താദ് റബ്ബേ നീ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തി കൊടുക്കണേ റഹ്മാനേ അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ആ ശക്തിപ്പെടുത്തലുകൾ എല്ലാ മേഖലകളിലും നീ നൽകണേ അല്ലാഹ് അർഹമുർ റഹീമീനായ റബ്ബേ ഈ സദസ്സിലുള്ള എല്ലാവരും ഇതിന്റെ ചെയർമാനിയിരിക്കുന്ന ഉസ്താദ് മദനി ഉസ്താദൊക്കെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി വരുംകാലങ്ങളിൽ ജനസാഗരമായി പരിപാടി നടത്താ ഞങ്ങളുടെ റഫീഖ് അവരെല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ റബ്ബ് അതുപോലെ ഇവരുടെ അളിയൻ ജുബൈലിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഉബൈദ് എന്ന ചെറുപ്പക്കാരനോ അതുപോലെ ഭക്ഷണം തന്ന മൂപ്പരുടെ സഹോദര അല്ലാഹുവേ നല്ല സുഭിക്ഷമായ ഭക്ഷണോ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റണേ മിസ്ബാഹിയുടെ ഉമ്മ പടച്ചവനായ ഉമ്മ നല്ല മോനെ പ്രസവിച്ച ഉമ്മയാണ് അർഹമുർ റഹീമായ റബ്ബെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ എല്ലാവരുടെയും കാര്യങ്ങളിൽ വലിയ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹം